ഹായ് ഓൾ, വെൽക്കം ടു അനദർ കീ പേജ് പോഡ്കാസ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് വിഷ്ണു ആണ്. N.io ഗൂഗിൾ ഫോട്ടോസ്, ആപ്പിൾ ഫോട്ടോസ് ഇതിനെ കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതും കേരളത്തിൽ നിന്നുകൊണ്ട് ബിൽഡ് ചെയ്യുന്ന ഗ്ലോബൽ കൺസ്യൂമർ പ്രൊഡക്റ്റ്. ആൻഡ് ദാറ്റ് ടു 100 millions of photos and with just 12-member engineering team, ex-Google, ex-DirectEye, like Kidland engineering team. So this podcast will be about how Vishnu got started and Google in I think Switzerland job quit ചെയ്തിട്ടാണ് he went on to build this crazy journey. So this will be an exciting episode. Now tune in and welcome Vishnu to KPH podcast. Thank you so much. Thanks Felix for having me here. Project Maven എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, wherein Google was basically using helping Pentagon to execute drone strikes in Afghanistan. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യുന്ന മോഡൽസാണ് അതൊക്കെ. സോ ആൻഡ് ഇൻറ്റേർണലി ഇത് ഭയങ്കര ഇഷ്യൂ ആയി ഗൂഗിൾ. ഐ മീൻ ദ വൺ ഗുഡ് തിങ് അബൌട്ട് ഗൂഗിൾ ഇസ് ദർ ഇൻക്രെഡിബിളി ട്രാൻസ്പെറൻറ്റ് ഇൻറ്റേർണലി ആസ് എ കമ്പനി. എല്ലാവർക്കും അറിയാം എന്താ നടക്കുന്നതൊക്കെ. സോ അതൊരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ക്രേവിങ്സ് ഒക്കെ സാറ്റിസ്ഫൈ ആയിട്ട് കിട്ടുക. സോ ആൻഡ് ഫോട്ടോസ് ആപ്പ് ഫോർ മീ ഇസ് എ വെരി റൊമാൻറ്റിക് തിങ് ടു ബിൽഡ്. റൈറ്റ്, ഇറ്റ് ഇസ് ദർ ഇസ് ലോട്ട് ഓഫ് സ്കോപ്പ് ഫോർ ഗിവിംഗ് ഡിലൈറ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജസ്റ്റ് എ വെരി പോസിറ്റീവ് സംഭവം നമ്മൾ ഉണ്ടാക്കി നോക്കിയിരിക്കുന്നത്. And why open source and it's like a marketing stunt ആണോ? What is the whole point of having a photo app as open source? We do is we keep 3 copies of your data. അപ്പോൾ ഫീലിക്സ് ഒരു ഫോട്ടോ എടുത്ത് കഴിയുകയാണെങ്കിൽ that gets backed up to 3 different data centers. We use 3 different clouds. One is in Amsterdam, other is in Frankfurt, another is under the ground in Paris. So I think one problem with that word AI is it's kind of become a fluffy word. Right? പണ്ട് നമ്മൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിരുന്നു. And if you look at it, crypto is actually a very interesting technology. Now അത് ആൾക്കാർ സ്കാംസിനായിട്ട് യൂസ് ചെയ്ത് ഇറ്റ്സ് ഡൈല്യൂട്ടഡ്. റൈറ്റ്, ദ വാല്യൂ ഓഫ് ദ വേർഡ് ഇസ് കൈൻഡ് ഓഫ് ഗോട്ടൻ ഡൈല്യൂട്ടഡ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് ഹാപ്പനിങ് വിത്ത് AI ഓൾസോ. അല്ല, ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ യുവർ സീക്രറ്റ്സ് ഡോണ്ട് സിങ്ക്. റൈറ്റ്, ഗൂഗിൾ ഇപ്പോൾ റീസെൻ്റ്ലി സിങ്ക് ആഡ് ചെയ്തിരുന്നു. Then there is a lot of furor because it is not end-to-end encrypted. So Google can actually see your secrets. And that is a really dumb move that Google did. Oh, how is that process? Like for the audience who might be wondering, how do you get a job at Google? ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മംഗ്ലീഷ് കീബോർഡ് ആപ്പാണ്. ഇവരുടെ ആപ്പ് ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും മംഗ്ലീഷ് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവരുടെ ടീം ബ്രാൻഡ് ദേശ് കീബോർഡ്സ് ഏകദേശം 100 മില്യണോളം ഓഡിയൻസിന് സർവ് ചെയ്യുന്നുണ്ട്, അതും 10 ഡിഫറെൻറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ്. കീബോർഡ് പോലത്തെ ഒരു ടെക്നിക്കലി ചലഞ്ചിങ് പ്രോബ്ലം, അതും ഒരു ചെറിയ നമ്പർ ഓഫ് എഞ്ചിനീയറിംഗ് ടീമിനെ, അതും കൊച്ചിയിൽ ബേസ്ഡ് ബിൽഡ് ചെയ്യുന്ന ഒരു റെയർ ക്വിക്ക് ഫൈൻഡാണ് ഇവർ ആൻഡ്രോയിഡ് ടീമിന് വേണ്ടി ഹയർ ചെയ്യുന്നുണ്ട്. സനീമാണ് നേരിട്ട് ഹയർ ചെയ്യുന്നത്. സോ യു ക്യാൻ റീച്ച് ദം സനീം ഓൺ ലിങ്ക്ഡിൻ. മേക്ക് ഷുവർ യു യൂസ് ദിസ് ആസ് എ റെഫറൻസ് വൈൽ യു റീച്ച് ഔട്ട്. സോ നൗ ബാക്ക് ടു ദ വീഡിയോ. ഇപ്പോൾ N.io സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ ഫസ്റ്റ്ലി താങ്ക് യു ഫിലിക്സ്, താങ്ക്സ് ഫോർ ഹാവിംഗ് മി ഹിയർ. നമ്മൾ ഐ തിങ്ക് 5 വർഷമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരിട്ട് കണ്ടതിൽ വളരെ സന്തോഷം. ആൻഡ് ഇറ്റ്സ് നൈസ് ടു ബി ഹിയർ ടോക്കിംഗ് ടു യു. എൻ്റെ ഇപ്പോൾ നന്നായി പോണു. സസ്റ്റൈനബിൾ ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്നു. വി പ്രോഫിറ്റബിൾ. വി ഹവ് ലൈക്ക് അറൌണ്ട് 12 folks. ഒരു ബിൽഡ് ചെയ്യുന്ന കമ്പനി മേജർ ഫോക്കസ് ഫോട്ടോസിലാണ്. ഒരു നല്ല രീതിയിലൊരു ഫോട്ടോ സ്റ്റോറേജ് കമ്പനി അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് കമ്പനി നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ. ദാറ്റ് ഇസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു. And we have quite a lot of paid customers. We have over 100 million photos stored. Oh. And yeah, it's running in a nice way. Can't complain. I think your space is competed by Google Photos and Apple Photos, and I think you are the number 3rd app എന്നുള്ളതാണല്ലോ. So why is no one else doing it what you're doing? അതും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് why building a like global consumer app? Correct. I think like it's not a very highly competitive space because I think engineeringly perspective നോക്കുകയാണെങ്കിൽ it's a hard problem that we're trying to solve. കാരണം in general ഒരു ഫോട്ടോസ് ആപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ it's very complex. There are because the expectations people have out of the product are like ഞങ്ങളുടെ benchmarks പറഞ്ഞാൽ Google Photos, Apple Photos, Instagram, and to deliver that kind of delight it's actually very hard both from a product and design perspective and from an engineering perspective. ആൻഡ് അതിലിപ്പോൾ ഞങ്ങൾ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഡേറ്റ എല്ലാം എൻക്രിപ്റ്റഡ് ആണ്. ദാറ്റ് യു ഹാവ് കംപ്ലീറ്റ് പ്രൈവസി ഓഫ് യുവർ ഫോട്ടോസ്. സോ വി കാൺട്ട് സീ എനി ഓഫ് യുവർ ഡേറ്റ. റൈറ്റ്, അപ്പോൾ ആ ഒരു ലെയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദെൻ വി ആർ പ്ലേയിങ് ദ ഗെയിം ഇൻ എ വെരി ഹാർഡ് മോഡ്. സോ നൗ ടു ഡെലിവർ ദ സെയിം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് Instagram has while playing within the confines of end-to-end encryption is actually difficult. So I think that is one of the reasons, like that it's not an easy thing to just build and ship and get users. And ഈവൻ ഫ്രം എ ജസ്റ്റ് കമ്പനി ലോഞ്ചബിലിറ്റി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഒരു കമ്പനിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അധികം ആലോചിക്കും. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ട്രാൻസാക്ഷണൽ പ്രൊഡക്റ്റ്. ഒരു നമ്മളൊരു ഓർഡർ ചെയ്യുന്ന മാതിരില്ല. മീൻ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓർഡറിങ് ഫുഡ് or like just sending a note or something like that. It's most of us click photos so that you can pass it down to the next generation.
ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഫോട്ടോ എടുത്ത് ആൽബത്തിൽ സൂക്ഷിക്കുന്നത്, സോ ദാറ്റ് വെൻ ദേ ആർ നോട്ട് അറൗണ്ട് എനിമോർ നമുക്ക് ആൽബമൊക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കിയിട്ട് സോ ദാറ്റ് വി ക്യാൻ തിങ്ക് അബൌട്ട് ദ ചൈൽഡ്ഹുഡ് ദാറ്റ് വി ഹവ് ഹാഡ് ആൻഡ് ലൈക്ക് ദ മെമ്മറീസ് വി ഹവ് ഷെയർഡ് വിത്ത് ദം. എന്നാൽ ആ ഒരു പോസ്റ്ററിറ്റീൻ്റെ ആംഗിൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. സോ ടു ബിൽഡ് എ കമ്പനി ലൈക്ക് ദാറ്റ് യു ഹാവ് ടു പ്ലേ എ വെരി വെരി ലോങ് ഗെയിം. ഒരു മൾട്ടി ജനറേഷണൽ ഗെയിമാണ് ഇപ്പോൾ കളിക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് might not be very exciting for a lot of entrepreneurs, but it was the whole idea was kind of interesting for me because it was a personal problem for me to solve. And that too, it's on open source, right? So, and why open source? And it's like a marketing stunt, or what is the whole point of having a photo app as a open source? See, multiple vectors ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ മാതിരി ഒന്ന് ട്രസ്റ്റിൻ്റെ ഫാക്ടർ ഡെഫിനറ്റ്ലി ഉണ്ട്. ദാറ്റ് ഇറ്റ്സ് when we say that we are open source, then it's far easier for you also to recommend to somebody else that okay dude, we're fully open source company ആണ്, ഒന്നും fully transparent ആണ്. ട്രസ്റ്റ് ഫാക്ടർ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ ബിഗർ പോയിന്റ് ഫോർ us is again that part about posterity or longevity, because ഒരു fully open source project എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's more than the single individual people who are behind it. ഇപ്പോൾ നാളെ ഞാനില്ലെങ്കിലും it is a bigger deal than me, that it is an open source project that is out there, that's living and breathing, and so chances of it surviving me are significantly higher at this point. പിന്നെ ദർ ഇസ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് വെൽ. കാരണം ഞങ്ങൾ കുറേ ഓപ്പൺ സോഴ്സ് കയറി കളിച്ചിട്ട് തന്നെ ഇതുവരെ എത്തുന്നത് ലൈക്ക് സിൻസ് ഫോർ എവർ, സിൻസ് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് പ്രോഗ്രാമിംഗ്, ഇറ്റ്സ് ബീൻ ഓൺ ഓപ്പൺ സോഴ്സ്. ദർ ഇസ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് വെൽ. കുറച്ച് തിരിച്ച് കമ്മ്യൂണിറ്റിക്ക് നല്ലത് വല്ലതും തിരിച്ചു ചെയ്യാൻ പറ്റിയ നല്ലതെന്നുള്ളൊരു ആ ഒരു ആംഗിളും ഉണ്ട്. Okay, so now come back to where it all started, maybe from your childhood and how you got into computer first time, right? So then how was that journey like to Google? Like Google was the company to work here and all these things, and then leaving that safe paying job so tell me about that journey. Alright. I think കമ്പ്യൂട്ടറിൽ ആദ്യം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് 8th സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ കിട്ടുന്നത്. അത് മോഹിച്ച് കുറേ കാലം നടന്നിട്ടുണ്ട്. അപ്പുറത്തെ കുട്ടീൻ്റെ വീട്ടിൽ ചെന്ന് കളിക്കായിരുന്നു, ലൈക്ക് അതൊക്കെ നോക്കിയായിരുന്നു. ബട്ട് ഐ തിങ്ക് 8th സ്റ്റാൻഡേർഡ് ഇസ് വെൻ ഐ ഫൈനലി ഗോട്ട് മൈ ഓൺ കമ്പ്യൂട്ടർ. ആൻഡ് താങ്ക്ഫുള്ളി ദർ ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഹൂ ഇസ് ടു സബ്സ്ക്രൈബ് ടു സം മാഗസീൻസ്. ആൻഡ് അങ്ങനെ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നിട്ട് ഡ്രീം വീവർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ട്രയൽ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു ലാപ്ടോപ്പിൽ, ലാപ്ടോപ്പില്ല കമ്പ്യൂട്ടറിൽ. ആൻഡ് അതിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെൻ ഐ റിയലൈസ് ഓക്കെ ഡൂഡ് ലൈക്ക് യു ക്യാൻ ആക്ച്വലി മാനിപ്പുലേറ്റ് ദ പിക്സൽസ് ഓൺ ദ സ്ക്രീൻ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആൻഡ് അന്ന് പിന്നെ ഭയങ്കര ഹൈ ഐ ഡൂഡ് ലൈക്ക് ദിസ് ഇസ് ക്രേസി റൈറ്റ്, ഐ ക്യാൻ മൂവ് സ്റ്റഫ് അറൗണ്ട്, ഐ ക്യാൻ പെയിൻറ്റ് പിക്സൽസ്. ആൻഡ് ആ ഹൈയിലാണ് ബേസിക്കലി തുടങ്ങുന്നത്. ആൻഡ് ദെൻ ഐ തിങ്ക് +1 +2 കഴിഞ്ഞപ്പോഴേക്കും ആ ഫുൾ ടൈം ഇങ്ങനെ ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കലായിരുന്നു, വെറുതെ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കലായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് കോളേജിൽ പോകാനായപ്പോഴും, കാരണം നമ്മുടെ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ദാറ്റ് ഇയർ മേജർ തിങ് വാസ് ലൈക്ക് മെക്കാനിക്കൽ എടുക്കുക എന്നുള്ളതാണ്. ഓൾ ദ കൂൾ ബോയ്സ് ആർ ടേക്കിംഗ് മെക്ക്. ആൻഡ് 2009 അപ്പോൾ നമ്മൾ റിസഷനൊക്കെ വന്ന സമയമാണ്. ബട്ട് സ്റ്റിൽ താങ്ക്ഫുള്ളി മൈ പേരൻസ് വല്ല ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ ചെയ്തതെന്നുള്ളൊരു ആംഗിളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് എടുത്ത് റാഞ്ചിയിൽ പോയി. ധോണിയുടെ നാട്. വീട് കണ്ടിട്ടുണ്ട്. അവിടെ ഏത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് ഓട്ടോ എടുത്ത് കഴിഞ്ഞാൽ they will inevitably take you in front of his house because they are very proud of the fact that Dhoni is from there. അപ്പോൾ അങ്ങനെ വീട് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ബട്ട് സോ റാഞ്ചി വാസ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. കാരണം ഞാൻ ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു നാട്ടിൻ്റെ ഒരു തൃശ്ശൂർ വീട്ടിലെ ഒരു ഭയങ്കര റിസർവ്ഡ് നല്ല കൺസർവേറ്റീവ് ഫാമിലിയിൽ നിന്ന് വളർന്നതാണ്. പെട്ടെന്ന് ഇവൻ യു ഗെറ്റ് ത്രോൺ ഇൻ ടു പ്ലേസ് ലൈക്ക് റാഞ്ചി ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ അറ്റ്ലീസ്റ്റ് ലോട്ട് ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ഹാപ്പൻഡ് ദെയർ ബിക്കോസ് ഓഫ് ദ അൺകംഫർട്ടബിൾ. കാരണം നമ്മുടെ ഭാഷ സംസാരിക്കില്ല, ഭക്ഷണം സെയിം അല്ല, അല്ലെ കൾച്ചർ സെയിം അല്ല. സോ യുവർ just for 17-18 years old. bits റാഞ്ചിയിലായിരുന്നു. BIT റാഞ്ചി, ബിറ്റ്സ് പിലാനി അല്ല, അവർ വേറെ ബ്രാഞ്ച് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അവർക്ക് മെസ്രയിൽ റാഞ്ചിയിൽ നോർമൽ കോഴ്സ്. യെസ്, നോർമൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെയായിരുന്നു. അവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ലൈക്ക് അപ്പാർട്ട് ഫ്രം കേരള എഞ്ചിനീയറിംഗ് കോളേജ് അല്ലാണ്ട് അവിടുത്തെ പോയിട്ടുള്ള ഐ തിങ്ക് കൾച്ചറലി ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. പീപ്പിൾ ആർ വെരി ഡ്രിവൺ. ആൻഡ് കുറേ ആൾക്കാർ അവിടെ IIT ആസ്പിറൻസ് ഒക്കെ ആയിരുന്നു, അവിടെ വന്ന് എത്തിപ്പെട്ടവർ. IIT കിട്ടാണ്ട് വന്ന് പോയവരാണ്. എത്ര റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ അതും ചോദിക്കരുത്. എങ്ങനെയോ എത്തിപ്പെട്ടു. സോ ബട്ട് ദ കിഡ്സ് വിത്ത് മീ വർ വെരി സ്മാർട്ട്, വെരി ഡ്രിവൺ ആക്ച്വലി. സോ ആൻഡ് ദർ വാസ് എ ലോട്ട് ഓഫ് സ്പേസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും സിംഗിൾ റൂംസ് ഉണ്ടായിരുന്നു. ആൻഡ് നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നു, ലാൻ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ലോട്ട് ഓഫ് ലൈക്ക് പണ്ട് വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനെയും കാണാണ്ട് വേണം കമ്പ്യൂട്ടറിൽ ഇരിക്കാൻ, ബിക്കോസ് അതിൽ കണ്ണ് കേട് വരും അത് വരുന്നൊക്കെ പറഞ്ഞിട്ട്. ദിസ് ഇസ് ഫൈനലി ഐ ഹാഡ് എ പ്ലേസ് വെർ ഇൻ ദർ നോ റെസ്ട്രിക്ഷൻസ് റൈറ്റ്. അപ്പോൾ പിന്നെ 4 വർഷം നല്ല ലൈക്ക് ഐ കുഡ് ഡു വാട്ട് എവർ ഐ വാണ്ടഡ്. സോ ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പോൾ ആദ്യം കുറേ വെബ്സൈറ്റ്സും ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ആൻഡ് പിന്നെ ആ സമയത്ത് അച്ഛനോട് കരഞ്ഞ് പറഞ്ഞ അച്ഛനൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഓപ്പൺ സോഴ്സ് തുടക്കം. കാരണം സാംസങ്ങിൻ്റെ ഫോണായിരുന്നു അത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അപ്ഡേറ്റ്സ് ഒക്കെ നിർത്തി. ബട്ട് ആൻഡ്രോയിഡ് ഹാഡ് മൂവ്ഡ് ഓൺ ക്വൈറ്റ് ലോട്ട് ദെൻ. അപ്പോൾ ദെൻ ഐ സ്റ്റാർട്ടഡ് realizing that I could do this is actually open source. അപ്പോഴാണ് ഓപ്പൺ സോഴ്സ് എന്താ മനസ്സിലാവുന്നത്, that I could actually pull the code and build it for my own device. അപ്പോൾ അങ്ങനെ I built it for my own device. Wait, did you build OS or something? ഇനീഷ്യലി റോം ആയിട്ട് ബിൽഡ് ചെയ്യായിരുന്നു. പിന്നെ മനസ്സിലായി ലൈക്ക് ടു ഗെറ്റ് ദറ്റ് ബിൽഡ് കർണലും ബിൽഡ് ചെയ്യണമായിരുന്നു. സോ ദെൻ ഐ വാട്ട് എവർ ലിറ്റിൽ ബിറ്റ്സ് ദാറ്റ് ഹാഡ് ഡൺ ഐ സ്റ്റാർട്ട് പുട്ടിങ് ഇറ്റ് ഔട്ട് ദെയർ. ഒരു എക്സ്ട്രാ ഡെവലപ്പേഴ്സിൻ്റെ ഫോർം ഉണ്ടായിരുന്നു.
ആൻഡ് അവിടെ അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഹാഡ് സോണി എക്സ്പീരിയൻ, പിന്നെ സോണി എക്സ്പീരിയൻ വാങ്ങിച്ചിരുന്നു ഡിവൈസ്. പിന്നെ അതിൻ്റെ കേണൽസൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഗോട്ട് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ട്രാക്ഷൻ, ക്വൈറ്റ് എ ബിറ്റ് ഓഫ് പോപ്പുലാരിറ്റി. And that was my first encounter with open source and kind of just putting stuff out there for other people to use. And thankfully, I'm going to first joining it. So there is this company called DirectEye. DirectEye is the like Media.net, Bhavin's. Yes, Media.net, Zeta, Flock, കുറേ projects ഉണ്ട് അവർക്ക്. ഒരു umbrella brand ആണ്. And so they come for internships. And they found it interesting that there is this small kid in Ranchi who's doing like whatever that I was doing at that point. Oh. And it was a great place, like internship ഭയങ്കര അസലായി പോയി, because it was a great place to work, ഭയങ്കര സ്മാർട്ട് പീപ്പിൾ ആയിരുന്നു, and like very hardcore startup environment ആയിരുന്നു. And then when they offered me a full-time job, I just like jumped at it. I was like, great place to, I'll just come back. Yeah, how is working with Bhavin? Like for the audience, Bhavin is a bootstrapped founder like Media.net and bunch of other products. And you can check them out on Google, Bhavin. And how is working with Bhavin? I think you are the first few employees as well, right? DirectEye കുറേ employees ഉണ്ടായിരുന്നു. I think what happened was that early on, Bhavin kind of took me under his wing, which was really nice. And he is like a self-made billionaire. Like VC funding ഒന്ന് raise ചെയ്യാണ്ട് actual $1 billion cash ഇരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരില്ല. So he's one of those guys, right? He's like serial entrepreneur എന്ന് പറയും. കുറേ he keeps building companies. So and I think I was reporting to him like at the end of first year only. So that was like a lot of exposure for me in terms of what goes behind building products and building profitable companies. And I was with him, I think, close for around 6 years. Gratuity കിട്ടിയിട്ടുണ്ട്. So അതുവരെ നിന്നിരുന്നു. And I think somewhere in 2017 ആകുമ്പോഴാണ് like 2018 like I had just gotten married. And then I left DirectEye because I just thought that okay, I'll try something else എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ നോക്കി. ഇതാ ക്രിപ്റ്റോ ക്രേസ് നടക്കുന്ന സമയമാണ് 2017 എൻഡിൽ. But whatever we wanted to do did not really work out. What did you try to build out? We were trying to build it. The idea at that point was to first build an exchange. Then we realized that this was kind of like a gambling site in the situation. Like the more I thought about it, right? Like I think there were some projects which are actually genuinely interesting, which I still find interesting. Like Ethereum, Bitcoin, like IPFS, and rest of a lot of other coins where I felt was pure gambling, and that if we went down that path, പൈസ നല്ലോണം ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് ഐ മീൻ ഫോർ ദോസ് ഹു ഡോണ്ട് നോ ദർ ഇസ് എ ലോട്ട് ഓഫ് മണി ഇൻ ബിൽഡിംഗ് എക്സ്ചേഞ്ചസ്, റൈറ്റ്? പക്ഷേ വി വർ നോട്ട് ഷുവർ ഇഫ് ദാറ്റ് ഇസ് എ മോറലി റൈറ്റ് തിങ് ടു ഡു. ബിക്കോസ് എ ഗാംബ്ലിംഗ് സൈറ്റ് ആർ യു ബിൽഡിംഗ്. പിന്നെ ഗാംബ്ലിംഗ് മോറലാണോ ഉള്ള വേറെ ക്വസ്റ്റ്യൻ. ബട്ട് അറ്റ്ലീസ്റ്റ് വി വർ നോട്ട് കംഫർട്ടബിൾ ഗോയിങ് ഹെഡ് വിത്ത് ഇറ്റ്. പിന്നെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഞങ്ങൾ ബൗൺസ് ചെയ്തിരുന്നു. ബട്ട് വി ആർ നോട്ട് റിയലി ബിൽഡിംഗ് എനിത്തിങ്. സോ വി ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ഓക്കെ ഡു ദിസ് ഇസ് നോട്ട് റിയലി ദ ടൈം ടു ഡു ഇറ്റ്. അപ്പോൾ ദെൻ വി ജസ്റ്റ് കൈൻഡ് ഓഫ് വെന്റ് സെപ്പറേറ്റ് വേസ്. ഒരാൾ ഗൂഗിളിൽ ജോയിൻ ചെയ്തു, മറ്റേ ആൾ ഊബറിൽ ജോയിൻ ചെയ്തു. ദെൻ ഐ ജസ്റ്റ് ടുക്ക് എ ബ്രേക്ക് ആൻഡ് I also ended up at Google only. Oh, how did that process, like for the audience who might be wondering, how do you get a job at Google? അതൊക്കെയൊന്നും ഉണ്ടായിട്ടില്ല. there was an interview I had applied, and there were friends who refer me, and ആൾ റെഫർ ചെയ്തു. ഇൻ്റർവ്യൂസ് നടന്നു. പിന്നെ ടീം മാച്ചിങ്ങിന് ചോദിച്ചു, ലൊക്കേഷൻ എവിടെ ചോദിച്ചു. സോ ഐ wanted to go out of India anyway, and US was not an option because of visa issues. പിന്നെ I mean യൂറോപ്പിലായിരുന്നുള്ള വേറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോൾ സ്വിറ്റ്സർലൻഡ് വാസ് an option. അപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ ടീം മാച്ചിങ് ഇൻ്റർവ്യൂസ് നടന്നു. അവിടെ നല്ല ഫിറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. സോ അപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡ് പിക്ക് ചെയ്തു. ഷാലോ ഡിസിഷൻ ആയിരുന്നു. ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് ക്ലൗഡ് ദറ്റ് സ്വിറ്റ്സർലൻഡ് ഹാസ്. ഗൂഗിൾ സ്യൂറിക് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രാൻഡിംഗ് ഉള്ളൊരു സ്ഥലമാണ്. ആൻഡ് ഒബ്വിയസ്ലി ദ മണി വാസ് ഗുഡ് ഇൻ സ്യൂറിക് കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഇൻ EU. And how is like life in Switzerland? Like was it like a ഒരു കംപ്ലീറ്റ് പീസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ more കുറച്ചധികം പീസ്ഫുൾ ആയിരുന്നു for somebody like me? Like I think I like a lot of chaos and intensity. I think you come from a chaos life from DirectEye, obviously. Right. Then switching for a peaceful life, how is that? അപ്പോൾ അത് എനിക്ക് അത്ര I was not a good fit for that kind of lifestyle. It's a very quiet place, and I think work was perhaps a bigger problem for me. കാരണം അധികം ഞാൻ ഗൂഗിളിലേക്ക് പോകുന്നത് പറഞ്ഞാൽ കുറേ എക്സ്പെക്ടേഷൻസ് ആയിട്ടാണ്. ബിക്കോസ് ഐ ഹാവ് ഗ്രോൺ അപ്പ് ലുക്കിംഗ് അപ്പ് ടു ഗൂഗിൾ. ആൻഡ് കുട്ടിയാകുമ്പോഴേ കുറേ വെബ്സൈറ്റിൽ ആഡ്സ് ഒക്കെ വെച്ച് പൈസ ഉണ്ടാക്കണമൊക്കെ ആയിരുന്നു. സോ ഗൂഗിൾ ദർ ഇസ് എ ജനറൽ ലെവൽ ഓഫ് ലുക്കിംഗ് അപ്പ് ടു വിച്ച് ഐ ഹാഡ്. ബട്ട് ദെൻ ദേ സേ റൈറ്റ് നെവർ മീറ്റ് യുവർ ഹീറോസ് എന്ന് പറയുന്ന മാതിരിയാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ദർ ഇസ് നത്തിങ് കൂൾ റിയലി ഹാപ്പനിങ് ഹിയർ. യു ആർ ജസ്റ്റ് എ വെരി സ്മോൾ ഇൻസിഗ്നിഫിക്കൻറ്റ് കോഗ് ഇൻ ദ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ്. ആൻഡ് എന്നെ പോലുള്ള ആൾക്ക് പറഞ്ഞത് ഭയങ്കര ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. ബിക്കോസ് മൈ ഹോൾ ലൈഫ് ആൻഡ് എന്താ പറയുക ഈഗോ ആൻഡ് എവറിത്തിങ് റിവോൾവ്സ് അറൗണ്ട് me feeling good about what I'm doing. So അങ്ങനെ കൂളായിട്ടൊന്നും അവിടെ ചെയ്യേണ്ടതില്ല. 2 പ്രാവശ്യം ടീമൊക്കെ സ്വിച്ച് ചെയ്തു. അപ്പോൾ തന്നെ റിയലൈസ് ദാറ്റ് ദ പ്രോബ്ലം ഇസ് നോട്ട് ഗൂഗിൾ, ഇറ്റ്സ് മീ. ദാറ്റ് എനിക്ക് അങ്ങനെ ചിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലല്ല ഞാൻ. ഐ ആക്ച്വലി വാണ്ട് വർക്ക് ഹാർഡ് ആൻഡ് ഡു സംതിങ് കൂൾ. സോ ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അറ്റ് ഗൂഗിൾ. സോ അത് റിയലൈസ് ചെയ്തപ്പോൾ തിരിച്ച് വരാമെന്നാക്കി അങ്ങനെ തിരിച്ച് വന്നു. അപ്പോൾ ഗൂഗിളിൽ പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ദെൻ യു ഡിസൈഡഡ് ടു ക്വിറ്റ് എവറിത്തിങ്, ലൈക്ക് കോടികൾ ഒക്കെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം, കോടികളൊക്കെ വരുമാനമുള്ള ലൈഫിൽ നിന്നും ലൈക്ക് വൈ? I think when you like എൻ്റെ ലൈഫ് പറഞ്ഞാൽ ഭയങ്കര മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. റൈറ്റ്? അമ്മ ടീച്ചറാണ്, അച്ഛൻ ബാങ്കിൽ മാനേജറാണ്.
സോ ലൈക്ക് കുറച്ച് സ്കെയർസിറ്റിയിൽ വളർന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ദെൻ ആഫ്റ്റർ പോയിന്റ് യു റിയലൈസ് ആൻഡ് ദെൻ യു കൈൻഡ് ഓഫ് ഗെറ്റ് ഇൻ ടു അബൻഡൻസ് റൈറ്റ്. ഡയറക്ടറിൽ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല സാലറി ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് എ പോയിന്റ് യു റിയലൈസ് ദറ്റ് ഓക്കെ പൈസ ഇസ് നോട്ട് റിയലി ദ തിങ് ദറ്റ് വിൽ മേക്ക് യു ഹാപ്പി എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായി. ആൻഡ് അത് ഗൂഗിളിൽ പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ അത്ര ഒരു മോട്ടിവേഷണൽ factor. I think it's like if that was a motivating factor, I feel life would have been much simpler. So yeah, the money was never really a thing for me to like go there. Like it's I felt that I could save up money and maybe do something bigger. പക്ഷേ അത്രയൊന്നും ഞാൻ നിന്നില്ല റൈറ്റ്. ആ 10-11 മാസത്തിൽ ഞാൻ തിരിച്ചു പോന്നു. ബട്ട് ഇറ്റ് വാസ് എ സിമ്പിൾ ഡിസിഷൻ ദറ്റ് എനിക്ക് ആൾക്കാരൊന്നും ഉണ്ട്. റിലേഷൻഷിപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. സോ ഐ ഡിഡ് ഫീൽ എ ബിറ്റ് ഐസൊലേറ്റഡ് ദെയർ ദറ്റ് ഫ്രണ്ട്സ് വർ നോട്ട് ദെയർ. ആൻഡ് സോ യാ കമ്മിങ് ബാക്ക് വാസ് എ റാദർ ഒബ്വിയസ് തിങ്. കാരണം വർക്ക് ക്വാളിറ്റി നല്ലതായിരുന്നില്ല, പീപ്പിൾ ഉണ്ടായിരുന്നില്ല. സോ ഐ ജസ്റ്റ് മിസ് ദാറ്റ് വാംത്ത്. ഓൾസോ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ റൈറ്റ്. തണുപ്പാണ് ആൻഡ് സൺലൈറ്റ് ഇല്ല. ദോസ് പ്രോബ്ലംസ് ആർ ഓൾസോ there, but primarily I think it was just people and quality of work. Right. So I just wanted to be at a place that I was comfortable. Okay, so then you came back to India. Did you had a next thing planned across or? ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അവിടെ ഇരുന്നപ്പോൾ തന്നെ ഐ തിങ്ക് ഫസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സിൽ ഐ റിയലൈസ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് ഫോർ മീ. ആൻഡ് ദെൻ ഇറ്റ് വാസ് അബൌട്ട് വാട്ട് വിൽ ഐ ഡു നെക്സ്റ്റ്. ആൻഡ് ഒന്ന് പറഞ്ഞാൽ അവിടെ ഗൂഗിൾ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു സംഭവത്തിൽ കൂടി ക്ലാരിറ്റി കിട്ടിയത് വേറെ ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് അറ്റ് ഡയറക്ടർ ബിക്കോസ് ഭാവിൻ ജസ്റ്റ് ഗിവ് സോ മച്ച് ഫ്രീഡം ടു ഡു വാട്ട് എവർ ഇറ്റ് ഇസ് ദറ്റ് യു വാണ്ടഡ് ടു ഡു. ആൻഡ് സോ ഐ റിയലൈസ് ഇറ്റ്സ് ബെസ്റ്റ് ദാറ്റ് ഐ കൈൻഡ് ഓഫ് ഫിഗർ ഔട്ട് സംതിങ് ഫോർ മൈസെൽഫ് വെർ ഐ ക്യാൻ എക്സ്പ്ലോർ ആൻഡ് വിതൗട്ട് എനി ബൗണ്ടറീസ്. അപ്പോൾ സ്വന്തമായിട്ട് വല്ലതും തുടങ്ങാനുള്ള ക്ലിയർ ആയിരുന്നു. പിന്നെ എന്തിനെ വെച്ച് തുടങ്ങുന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ കുറേ ഐഡിയാസ് അവിടെ നിന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്തിരുന്നു. ആൻഡ് ഇൻ ജനറൽ ദർ ഇസ് ഇസ് ഫണ്ട ദറ്റ് നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും അത് ഇത്തിരി ലോങ് ഗെയിം കളിക്കണം എന്നുള്ളൊരു ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ സോ ദെൻ അവിടെ നിന്ന് തന്നെ എനിക്ക് ഈ ഐഡിയ ഫോട്ടോസിൻ്റെ കിട്ടിയത്. കാരണം ഐ എം ആക്ച്വലി വെരി ഹാർഡ് കോർ. ഐ യൂസ് ടു ബി ഹാർഡ് കോർ ഗൂഗിൾ ഫോട്ടോസ് യൂസർ. അധികം ഇൻ ജനറൽ അച്ഛൻ കുറേ ഫോട്ടോസ് എടുക്കായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് വളരുമ്പോൾ തന്നെ ഫുൾ വീട്ടിൽ ഫോട്ടോസാണ്. അച്ഛൻ ക്യാമറ കൊണ്ട് പിന്നെ എല്ലാം നടക്കും. സോ ജനറൽ ദർ ഇസ് സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ടു ഫോട്ടോസ്. ആൻഡ് വൈൽ അറ്റ് ഗൂഗിൾ ദർ ഇസ് എ ഹോൾ ഇഷ്യൂ വെരൻ ഒരു എന്തായിരുന്നു പ്രോജക്ട് മേവൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. വെരൻ ഗൂഗിൾ വാസ് ബേസിക്കലി യൂസിങ് ഹെൽപ്പിംഗ് പെൻറ്റഗൺ ടു എക്സിക്യൂട്ട് ഡ്രോൺ സ്ട്രൈക്സ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യുന്ന മോഡൽസാണ് അതൊക്കെ. സോ ആൻഡ് ഇന്റേണലി അത് ഭയങ്കര ഇഷ്യൂ ആയി ഗൂഗിളിൽ. ഐ മീൻ ദ വൺ ഗുഡ് തിങ് അബൌട്ട് ഗൂഗിൾ ഇസ് ദർ ഇൻക്രെഡിബിളി ട്രാൻസ്പെറൻറ്റ് ഇന്റേണലി ആസ് എ കമ്പനി. എല്ലാവർക്കും അറിയാം എന്താ നടക്കണമെന്നൊക്കെ. സോ ആൻഡ് ദർ ഇസ് എ ഹോൾ ഇന്റേണൽ ദിസ് തിങ് ഐ പുഷ് ബാക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്. അവർ ബാക്ക് ഔട്ട് ചെയ്തു. ആൻഡ് ആക്ച്വലി ഈ ആഴ്ച ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ഇൻ ടു ഇറ്റ് ബൈ ദ വേ. സോ 6 years they were out of it. But at least that moment kind of got me thinking that dude, these are my photos now and you're giving this up for outcomes that I don't really understand. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഫോട്ടോ കൊടുത്ത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ദിസ് ഡ്രോൺ സ്ട്രൈക്ക് ഇസ് വൺ എക്സാമ്പിൾ. Drones can, no, someone can send drones to and kill me or something. എന്തും നടക്കാം റൈറ്റ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറയേണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ വറി അബൌട്ട് മൈ കിഡ്സ് ഫോട്ടോസ്. ഇപ്പോൾ എനിക്കൊരു 3-year-old ഡോട്ടർ ഉണ്ട്. അപ്പോൾ അവളുടെ ഫോട്ടോസ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 20 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഡേറ്റ ക്യാൻ ബി അനലൈസ്ഡ് ടു ഡു സംതിങ് എൽസ് റൈറ്റ്. ഇപ്പോൾ അവളൊരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് റൈറ്റ്. ഇപ്പോൾ ഞാൻ ഫിലിക്സ് നേരത്തെ ദേശീയ ഫോട്ടോസ് കാണിച്ചു തന്നില്ലേ. സോ അതൊരു സിംഗിൾ ഫോട്ടോ നിന്ന് കിട്ടുന്ന ഡേറ്റ പോയിന്റ്സ് ആണ്. ഫിലിക്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്. അപ്പോൾ ഫിലിക്സിന് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ലൈക്ക് ഇറ്റ്സ് forget one photo, right? I have like 50,000 photos. That's full stitch together. The amount of psychological profiling they can have on me or my family is very, very high. And ഇതുകൊണ്ട് എന്ത് നാളെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല റൈറ്റ്. ഐ ഡോണ്ട് നോ ബട്ട് ഐ ജസ്റ്റ് ഫെൽ വെരി അൺകംഫർട്ടബിൾ ദാറ്റ് ഡൂഡ് ലൈക്ക് ദിസ് ഇസ് ഐ ഡോണ്ട് വാണ്ട് ദിസ് ഹാപ്പനിങ് ടു മൈ ഫോട്ടോസ്. അപ്പോൾ ഞാൻ മെല്ലെ ഐഫോൺ വാങ്ങിച്ചു, മെല്ലെ ഐക്ലൗഡിലേക്ക് സംഭവങ്ങൾ മാറ്റി. ആൻഡ് അത് പ്രോബ്ലം ഐ റിയലൈസ് ദാറ്റ് പോയിന്റ് ദാറ്റ് ആപ്പിൾ ലൈക്ക് ലോക്സ് യുവർ ഡേറ്റ റൈറ്റ്. ആപ്പിൾ ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോസ് ആപ്പിൾ ഡിവൈസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വൈഫിന് അപ്പോൾ ഒരു സാംസങ് ഫോണായിരുന്നു. ഷീ കാൺട്ട് സീ മൈ ഫോട്ടോസ് ആൻഡ് ഐ ഹാഡ് ലൈക്ക് എ തിങ്ക് പാഡ് ലാപ്ടോപ്പ് ആൻഡ് ഐ കുഡന്റ് സീ മൈ ഓൺ ഫോട്ടോസ്. ദാറ്റ് ഐ ഫൗണ്ട് ഇസ് റിഡിക്കുലസ്. ദാറ്റ് ഇത് എൻ്റെ പേഴ്സണൽ ഡേറ്റയാണ്. ഹൗ കെൻ യു സേ ദാറ്റ് ഐ ഹാവ് ടു ബൈ അനദർ ആപ്പിൾ ഡിവൈസ് ടു you do like upload it on Google Photos to see that, right? സോ അപ്പോൾ ആപ്പിൾ ഫോട്ടോ ജസ്റ്റ് കിൽസ് ദാറ്റ് ആക്സസിബിലിറ്റി ഫാക്ടർ. പിന്നെ നോക്കിയപ്പോൾ തേർഡായിട്ട് ആരും ഇല്ല. ആപ്പിളുണ്ട് ഗൂഗിളുണ്ട് വേറെ ആരും കളിക്കുന്നില്ല. അപ്പോൾ എനിക്ക് കുറേ സംഭവങ്ങൾ ക്ലിക്ക് ചെയ്തു ദാറ്റ് ഓക്കെ മേ ബി ഐ കൻ സ്റ്റാർട്ട് എ കമ്പനി അറൌണ്ട് ദിസ് ആൻഡ് at least solve the problem for myself first and then see if it is useful for anyone else, and that was pretty much it. Google Photos in an alternative build samayathe it's like a very big product. Like how do you, and a lot of engineering and machine learning and everything went on to it, right? So like if you, for a basic audience, how do you compare Google Photos versus Ende? Alright, അത് സി ഗൂഗിൾ ഫോട്ടോസിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് ബാക്കപ്പ് ചെയ്യണം. അവരുടെ സർവീസിലാണ് ഫോട്ടോസ്. അവർ ഫുൾ മെഷീൻ ലേണിങ്ങും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മീതെ റൺ ചെയ്യണം. ആൻഡ് ദെൻ ദേ എനേബിൾ ഫീച്ചേഴ്സ് ലൈക്ക് സെർച്ച് ആൻഡ് ഡിസ്കവറി ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ് വിച്ച് ആർ ആക്ച്വലി ദ ബെസ്റ്റ് പാർട്സ്. ഐ തിങ്ക് ക്ലിക്കിംഗ് ഫോട്ടോ ബാക്കിംഗ് അപ്പ് ഇസ് ഓൺലി വൺ പാർട്ട് ഓഫ് ദ പ്രോബ്ലം റൈറ്റ്. നമുക്ക് ആക്ച്വലി ജോയ് കിട്ടുക പറഞ്ഞാൽ പിന്നെ വെൻ യു ഗോ ബാക്ക് ആൻഡ് റീഡിസ്കവർ നമ്മൾ പണ്ട് എന്ത് ക്ലിക്ക് ചെയ്തോ 5 വർഷം മുന്നേ ഇത് നടന്നിരുന്നു ഇങ്ങനെ കൂടെ ആൻഡ് ദെൻ യു ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദെൻ സോ
ദാറ്റ് വാസ് ദ ഹാർഡർ പാർട്ട്. ഇപ്പോൾ ബാക്കപ്പ് ചെയ്യാന്നുള്ളത് ഇസ് ദ ഈസിയർ പാർട്ട്. അപ്പോൾ എൻ്റെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഫണ്ടമെൻ്റൽ ഫിലോസഫി ഉണ്ടായിരുന്നൊരു ഞങ്ങൾക്ക് ആരുടെയും ഫോട്ടോസ് കാണണ്ട. കാരണം മൈ ഫോട്ടോ ഷുഡ് ബി സേഫ്, ദേ ഷുഡ് ബി പ്രൈവറ്റ്. അപ്പോൾ എല്ലാം എൻ ടു എൻ എൻക്രിപ്റ്റഡ് ആയിരുന്നു. ദെൻ ദ ഹാർഡർ പ്രോബ്ലം വാസ് നൗ ഹൗ ഡു വി ഡെലിവർ ഫീച്ചേഴ്സ് ലൈക്ക് ഫേസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ സെർച്ച് without seeing your photos. Correct. So yeah, right. So the last couple of years it has been a pure R&D exercise ആയിരുന്നു. Because ബാക്കി എല്ലാ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോയിലോ ഇപ്പോൾ ChatGPT വെച്ചിട്ട് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. ഇതിപ്പോൾ ഉത്തരം കിട്ടാത്ത സംഭവങ്ങളാണ്. സോ വി ഹാഡ് ടു കൈൻഡ് ഓഫ് കം എ ലോങ് വേ ഇൻ. ഇപ്പോൾ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സെമാൻറ്റിക് സെർച്ച് ക്ലിപ്പ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ യു ക്യാൻ സെർച്ച് ഫോർ തിങ്സ് ലൈക്ക് ബേബി വെയറിങ് എ റെഡ് ഷർട്ട് അറ്റ് ദ ബീച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ പറയുക മൾട്ടിപ്പിൾ മൊഡാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. ലൈക്ക് ടെക്സ്റ്റും ലാംഗ്വേജും ടെക്സ്റ്റും ഇമേജസും വിഷ്വലും കമ്പൈൻ ചെയ്തിട്ടുള്ള മോഡലാണ്. സോ യു ക്യാൻ ഗിവ് എ ടെക്സ്റ്റ് ക്വയറി ആൻഡ് ഇറ്റ് വിൽ give you the best matching photos for it. So that was one angle. Second എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി ഹാർഡർ ആയിട്ടുള്ള ഫേസ് റെക്കഗ്നിഷൻ ആയിരുന്നു. കാരണം ഒന്ന് അതിലൊരു ഫുൾ പൈപ്പ് ലൈൻ റൺ ചെയ്യുന്നു. ഇപ്പോൾ ഫിലിക്സിൻ്റെ ഫേസ് ഡിറ്റക്ട് ചെയ്യുക, അതിൻ്റെ ലാൻഡ് മാർക്സ് ഡിറ്റക്ട് ചെയ്യുക, എന്നിട്ട് ആ ഒരു ബൗണ്ടിങ് ബോക്സിൽ ഇപ്പോൾ ഫിലിക്സ് മുഖം ചെരിഞ്ഞിട്ടാണെങ്കിൽ അതിനെ കറക്റ്റ് ആക്കുക, അതിൻ്റെ എംബെഡിങ്സ് എടുക്കുക, അതിനെ ക്ലസ്റ്റർ ചെയ്തിട്ട് ഓക്കെ ഫിലിക്സിൻ്റെ എല്ലാ ഫോട്ടോസും ഒരേ ബക്കറ്റിലിടുക, പിന്നെ ഒന്ന് ഫീഡ്ബാക്ക് എടുക്കണം. ഇതിപ്പോൾ ഇസ് യു എന്ന് പറഞ്ഞിട്ട് 2-3 മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് മേജ് ചെയ്യുക. ഇനി ഓൾ ഓഫ് ദിസ് ഇപ്പോൾ ഫിലിക്സിന് 2-3 ഫോൺ ഉണ്ടാവും, ആ ഫോണിലൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കണം, ഇതെല്ലാം ഒന്ന് മെർജ് ചെയ്യണം. ആൻഡ് ഓൾ ഓഫ് ദിസ് ഹാസ് ടു ബി എൻ ടു എൻ എൻക്രിപ്റ്റഡ്. കാരണം വി ഡോണ്ട് വോണ്ട് ടു നോ വാട്ട് ഫേസ് ഡേറ്റ യു ഹാവ് അല്ലെങ്കിൽ വാട്ട് യു ഫീഡ്ബാക്ക് ഇസ്. സോ ടു പുൾ ഓൾ ഓഫ് ദിസ് ഓഫ് വിത്ത് എൻ ടു എൻ എൻക്രിപ്ഷൻ ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് ബീൻ പ്യുവർ R&D എക്സസ്. പക്ഷേ ഇപ്പോൾ എല്ലാം ലൈവാണ്. യു ഗൈസ് കൻ ചെക്ക് ഔട്ട് എൻ്റെ.io/ml. ഞങ്ങൾ അവിടെ ഒരു ഫുൾ വൈറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്, ഹൗ വി ആർ ഡൂയിങ് വാട്ട് വി ഡൂയിങ്. ഹൈലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, അതും ഗൂഗിൾ ഫോട്ടോ ആപ്പിൾ ഫോട്ടോസിനെ കോമ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ടെക്കും ഡീപ്പായിട്ടുള്ള സാധനം കണ്ടിട്ട് കാര്യമില്ലല്ലോ, മണി വരണ്ടേ. ഹൗ ഡു യു മേക്ക് റവന്യൂ ഔട്ട് ഓഫ് ദിസ് ഓൾ? സോ ഞങ്ങൾ മോസ്റ്റ്ലി പെയ്ഡ് യൂസേഴ്സിൽ റൺ ചെയ്യുന്ന പ്രോഡക്റ്റാണ്. സോ യു പേ ഫോർ സ്റ്റോറേജ് ജസ്റ്റ് ലൈക്ക് ഗൂഗിൾ ഓർ ആപ്പിൾ. അപ്പോൾ അറൗണ്ട് 1 TB അറൗണ്ട് $10 മന്ത് എന്നുള്ള ഇതിലാണ്. ആൻഡ് ഞങ്ങൾ ആദ്യം ചെയ്ത് ഞങ്ങൾ ആക്ച്വലി പ്ലേഡ് ഇറ്റ് വെരി കൺസർവേറ്റീവ്ലി. ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ ഫ്രീ പ്ലാനേ ഇല്ലായിരുന്നു. പിന്നെ ഒരു ഫ്രീ ട്രയൽ കൊടുത്തു 1 വർഷത്തേക്ക്. നൗ ഐ തിങ്ക് കപ്പിൾ ഓഫ് മന്ത്സ് ബാക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഫുള്ളി ഒരു ഫ്രീ പ്ലാനായിട്ട് കൊടുക്കുന്നത് 5 GB ഫോർ എവർ എന്നുള്ളൊരിതിൽ. കാരണം തുടങ്ങിയപ്പോൾ ഇത്തിരി ഞങ്ങൾ ambition, I had assumed a lot of things. Like I had assumed that venture capital would be easy. കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റോറി ലൈനെ വെച്ചിട്ട് ഒരു എക്സ് ഗൂഗിൾ എംപ്ലോയി ബിൽഡിംഗ് ആൻറ്റി ഗൂഗിൾ കമ്പനി എന്നുള്ളതൊക്കെ ഒരു നല്ല സ്റ്റോറി ലൈൻ ആവും, VC-ക്ക് വിൽക്കാം എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ആൻഡ് ദെൻ അലോങ് ദ വേ റിയലൈസ് ദാറ്റ് ദിസ് ഇസ് പെർഹാപ്സ് നോട്ട് ദ കൈൻഡ് ഓഫ് കമ്പനി ദാറ്റ് മേ ബി നീഡ്സ് VC ഫണ്ടിങ് or is a good fit for VC. കാരണം അവർക്ക് എല്ലാവർക്കും ഒരു ഫണ്ട് സൈക്കിൾ ഉണ്ട്. ഒരു 8 വർഷത്തിനുള്ളിൽ റിട്ടേൺ വേണം, അല്ലെങ്കിൽ ഒരു 12 ഇയേഴ്സിനുള്ളിൽ റിട്ടേൺ വേണം എന്നുള്ളൊരു കളിയാണ്. ആൻഡ് നമ്മുടെ കളി ഈസ് എ മച്ച് ലോങ്ങർ ടേം കളി. ദാറ്റ് നമ്മൾ ദ കമ്പനി ഷുഡൻ ഡൈ എന്നുള്ളൊരു കളിയാണ്. ബിക്കോസ് ദർ ഇസ് എ മോറൽ റെസ്പോൺസിബിലിറ്റി ഫോർ മീ ഇഫ് ഐ ടേക്ക് യുവർ ഫോട്ടോസ് റൈറ്റ്. ഇപ്പോൾ ഫിലിക്സിന് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ദെൻ വെൻ യു പ്ലേ എ ഗെയിം ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി റിസ്ക് അവേഴ്സ് ഗെയിം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഫ്രീ പ്ലാനൊന്നും കൊടുക്കാതെ ഇപ്പോഴാണ് കൊടുത്തു തുടങ്ങുന്നത്. സോ ദ ഹോൾ ടൈം വി വർ building in a way that the company is sustainable. So even now it is sustainable, right? And പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിൻ്റെ ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനീഷ്യലി ജസ്റ്റ് ടു സെറ്റ് അപ്പ് ദ കമ്പനി ആൻഡ് ലൈക്ക് വി ഹാഡ് ടു ഗോ ത്രൂ ക്രിപ്റ്റോഗ്രഫി ഓഡിറ്റ്. കാരണം എൻ ടു എൻ എൻക്രിപ്റ്റഡ് വെറുതെ ക്ലെയിം ചെയ്താൽ പോരാ, റൈറ്റ്? അതിനിട്ട് മാത്തമാറ്റിക്കൽ പ്രൂഫ് വേറൊരാൾ തേർഡ് പാർട്ടി ഓഡിറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ദോസ് ആർ റിയലി എക്സ്പെൻസീവ്. How expensive would that be? It depends on the vendor. We had kind of gotten the best person, like one of the, like Nadeem Kobiasi എന്ന് പറഞ്ഞ ആളുണ്ട്, is a very prolific cryptographer. So getting those things and even setting up the company in the US, that was also ridiculously expensive. And so yeah, but at this point we are self-sustaining just based on subscription funded എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ കാണുന്നുണ്ട് ലിങ്ക്ഡിനിലൊക്കെ. So we are a subscription funded company at this point. I mean, like you were registered as an Indian entity, I think, right? First. Yes. Then why move to US? What was the reasoning? And right, അപ്പോൾ see the initial couple of നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ പറഞ്ഞാൽ there are certain target demographics in mind, right? അപ്പോൾ നമുക്ക് initially I had found people who were similar to me who I could relate with on communities like Reddit ഉണ്ടായിരുന്നു, Hacker News ഉണ്ടായിരുന്നു. അപ്പോൾ റെഡിറ്റിലൊക്കെ ഞങ്ങൾ ലോഞ്ച് ചെയ്തപ്പോൾ some people took offense that we were based out of India, right? And I mean India is a meme on the internet, right, for a bunch of right reasons and a bunch of wrong reasons. അപ്പോൾ അതിൽ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ബട്ട് the problem was real that people had a harder time trusting the brand when it was being built out of India or like when it was based out of India. അപ്പോൾ ഒരു കോസ്മെറ്റിക് റീസൺസിന് വേണ്ടിയിട്ട് വി ഫ്ലിപ്പ് ദ കമ്പനി ടു US. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ സിഗ്നൽ ടു കസ്റ്റമേഴ്സ് ദാറ്റ് ഗൈസ് ലൈക്ക് വിൽ ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ്. വി ആർ ഹിയർ ഫോർ ദ ലോങ് റൺ. യു ഗൈസ് ലൈക്ക് തിങ്ക് ഇഫ് വിൽ ബി ഇൻ ദ US ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു, ഫൈൻ, വിൽ ഡു ദാറ്റ്. ആൻഡ് ദാറ്റ് വാസ് അഗൈൻ നോട്ട് എ VC ഫണ്ടഡ് കമ്പനി അല്ല ഞങ്ങൾ, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ മൂവ്സ് പുൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തിരി ഹാർഡ് കോർ ആയിരുന്നു. ബട്ട്
I think it did give off the the right signals to people that these guys are actually serious. We are not a bunch of programmers who are building an app and putting it out there. We are very serious about actually building a company that can be there for a long time. Whatever cosmetic things are there that we need to do, we'll do it. Optics at the end of the day do matter, right? If you feel safe at a certain place over a different place, that is a valid reason. Like it's valid, right? I can't argue with that. So it's പിന്നെ NDA.io അതാണല്ലോ നിങ്ങളുടെ കമ്പനി പേര്. അപ്പോൾ ഈ NDA എന്ന് ഉദ്ദേശിച്ചത് മലയാളം വേർഡ് ആണല്ലോ. സോ വൈ ഗിവ് എ മലയാളം വേർഡ് ടു എ കമ്പനി? ആക്ച്വലി തുടങ്ങിയപ്പോഴും മലയാളം വേർഡ് എന്നിട്ട് ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്ത ഡൊമൈൻ വേറെ ആയിരുന്നു. ഓക്കെ, എന്തായിരുന്നു? ഓർമ്മ എന്നായിരുന്നു. ഓക്കെ, അത് പിന്നെ എനിക്ക് മനസ്സിലായത് എന്തോ ട്രേഡ് മാർക്ട് ആണ് ഇവിടെ എന്തോ. ആൻഡ് ആക്ച്വലി ഡൊമൈൻ സംബഡി സ്കോട്ടിംഗ് ഓൺ ദ ഡൊമൈൻ ഓൾസോ. അത് പിന്നെ കുറേ ഉള്ള പൈസ കൊടുത്ത് ഡൊമൈൻ വാങ്ങിച്ചതാണ്. ബട്ട് ദെൻ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഐ കാൻ റിയലി യൂസ് ദാറ്റ് വേർഡ്. ഓർമ്മ എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ബാഡ് ട്രിപ്പ് ആയിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്തു. എന്താ പറയുക, ട്രേഡ് മാർക്ക് ഓർമ്മ ഇവരുണ്ട്. ലൈക്ക് സംബഡി ഹാഡ് ലൈക്ക് ഐ സ്പോക്ക് ടു ദ പേഴ്സൺ ഓൾസോ ആൻഡ് ദേ വർ നോട്ട് വില്ലിംഗ് ടു give orma.com. ഓർമ്മ എന്നുള്ള വേർഡ് മാർക്ക് ആയിരുന്നു. സോ ഐ കാൻറ്റ് യൂസ് ദ വേർഡ് ഓർമ്മ ഇൻ എ ബഞ്ച് ഓഫ് പ്ലേസസ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. റൈറ്റ്. സോ ഐ ലേൺ ദാറ്റ് ദ ഹാർഡ് വേ ദാറ്റ് യു കാൻ ഡു ദിസ്. അപ്പോൾ പിന്നെ എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്ത പേരാണ് എൻ്റെ. ആൻഡ് 4 letter ആയിരുന്നു. ഡൊമൈൻ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ വാങ്ങിച്ചു. ആൻഡ് അപ്പോൾ അവൾ സ്വിറ്റ്സർലൻഡ് കുറച്ച് ജർമ്മനും പഠിച്ചായിരുന്നു. ആൻഡ് ഷീ ഓൾസോ ന്യൂ ദറ്റ് ഇറ്റ് മെന്റ് റബ്ബർ ഡക്ക്. ലൈക്ക് റബ്ബർ ഡക്ക് അല്ല, സോറി, ഇറ്റ് മെന്റ് ഡക്ക്. നിങ്ങളുടെ ലോഗോ എന്തോ സംതിങ് മാസ്കോട്ട് ഡക്ക് ആണ്. ബിക്കോസ് ഐ ഇൻ ജനറൽ ഹാവ് എ ഫാസിനേഷൻ വിത്ത് റബ്ബർ ഡക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കളി പ്രോഗ്രാമിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു റബ്ബർ യെല്ലോ ഡക്ക്, റൈറ്റ്? യെല്ലോ ഡക്ക്, റൈറ്റ്. അപ്പോൾ ആ ഒരു മീം വെച്ച് ഐ യൂഷ്വലി ജസ്റ്റ് പ്ലേ അറൗണ്ട്. ലൈക്ക് ഐ യൂഷ്വലി ഹാവ് എ ബഞ്ച് ഓഫ് ഡക്സ് സിറ്റിംഗ് അറൗണ്ട്. സോ ഐ വാസ് നോട്ട് അവെയർ ഓഫ് ദിസ് റീസൺ ബൈ ദ വേ. അപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് ലോഞ്ച് ആയിട്ട് ഹാക്കർ ന്യൂസിൽ എവിടെ ഇട്ടപ്പോൾ ഒരാൾ എനിക്ക് ഇമെയിൽ അയച്ചു. ഞാൻ ജർമ്മനിയിൽ നിന്നാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് നെയിം. ഇഫ് യു എവർ വോണ്ട് ടു മാസ്കറ്റ് ഡക്കിനെ കൺസിഡർ ചെയ്യുക ബിക്കോസ് എൻ്റർടൈൻമെൻറ്റ്സ് ഡക്ക് എന്ന് പറഞ്ഞു. ദെൻ ഐ ഓക്കെ ഡു ദിസ് ഇസ് ലൈക്ക് ഡബിൾ വാമി, റൈറ്റ്? നമ്മൾ ഇറ്റ്സ് എ നൈസ് കോയിൻസിഡൻസ്. ആൻഡ് പിന്നെ വി ജസ്റ്റ് കൈൻഡ് ഓഫ് ലീൻഡ് ഇൻ ടു ദ ബ്രാൻഡിങ് ബിക്കോസ് വി ഓൾസോ വാണ്ടഡ് എ പ്ലേഫുൾ പെർസോണ. ഞങ്ങൾ അധികം കാര്യം പ്രൈവസി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഹാർഡ് കോർ ഇമേജാണ് വരുന്നത്. ആൻഡ് വി ആർ ട്രൈങ് ടു ബിൽഡ് എ വെരി ഹോൾസം പ്രോഡക്റ്റ്. കാരണം നമ്മൾ ഒരു വാട്സാപ്പ് വൈബ്സ് ആണ്. ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഹൗ ഫ്രണ്ട്ലി വി വോണ്ട് ടു ബി. കാരണം നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യുക, ഫോട്ടോസ് സ്റ്റോർ ചെയ്യുക, ഒരു ഫാമിലി അഫെയർ വരുന്നത്. So then we just leaned into that branding and like created a mascot. And I have a very good friend who's a very good illustrator, Rahul Nubaranta. So he is the guy who came up with the mascot. And how like since you are building a consumer app, right? So അതിൻ്റെ ഒരു യൂസബിലിറ്റി, യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എസ്പെഷ്യലി ഗൂഗിൾ ഫോട്ടോസ് എന്നൊരു ഇത് ഉപയോഗിച്ച് ഫെമിലിയർ ആയ ആൾക്കാർ ഇതിലേക്ക് എത്തുമ്പോൾ ഹൗ മച്ച് എഫേർട്ട് ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ വാസ് വെൻഡ് ഇൻ ടു ഡിസൈനിങ് ദ എൻ്റെ ആപ്പ്? Right. I think in hindsight I might have spent more time than it was necessary. Right? Like എനിക്ക് ഇത്തിരി devil is in the details എന്നുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ആൻഡ് വൈൽ ബിൽഡിങ് എ കമ്പനി ദാറ്റ് ഈസ് നോട്ട് റിയലി ദ ബെസ്റ്റ് ഫിലോസഫി. നമ്മൾ ഇത്തിരി ഒരു ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് ചിന്തിച്ച് മൂവ് ചെയ്യേണ്ടതാണ്. സോ വി ബീൻ എ ബിറ്റ് സ്ലോവർ ബിക്കോസ് ഐ വാസ് വെരി ഫിനിക്കി അബൌട്ട് ഡിസൈൻ. ഇപ്പോഴും ഞാൻ ഭയങ്കര ഡിസൈനിൽ ഭയങ്കര ഫിനിക്കിയാണ്. ആൻഡ് സോ ദാറ്റ് വാസ് ഓൾവേസ് ദെയർ. ആൻഡ് I think it's because of who I am and like kind of how like I got into programming. And wait, do you also design as well? Or? I'm not a terrible designer, but now we have significantly better people, like more talented people working for us. So working with us. So yeah, so now I don't really get into that anymore. But yeah, there is feedback that I give, and that's it. നിങ്ങൾ ഗൂഗിളിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒബ്വിയസ്ലി ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ ആപ്പ് അവർക്കുണ്ട്. സോ വെൻ യു കം ആൻഡ് വർക്ക് വിത്ത് ദം ആൻഡ് ദെൻ യു ബിൽഡ് കൈൻഡ് ഓഫ് ഓൾട്ടർനേറ്റീവ് സിമിലർ ടു ദാറ്റ്, റൈറ്റ്? വാട്ട് വാസ് ലൈക്ക് ഡു യു ഗോട്ട് സൂഡ് ഓർ സംതിങ് ബൈ ഗൂഗിൾ? ഇല്ല, അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവർക്ക് റിക്വസ്റ്റ് അയച്ചിരുന്നു ദാറ്റ് can I start working on this എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫോം ഉണ്ട് വേറെ യു കൻ ആസ്ക്. ഒരു സൈഡ് പ്രൊജക്ട് തുടങ്ങുകയാണെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദർ അപ്രൂവൽ ടു ഓൺ ദി IP. അല്ലെങ്കിൽ അത് ഗൂഗിളിൻ്റെ പ്രൊജക്റ്റ് ആയി. ഗൂഗിൾ ഓൺസ് ദ IP. സോ ആൻഡ് വെനെവർ ഐ made those requests, they flat out rejected. That is competing ആണ് എന്ന് പറഞ്ഞ്. And another thing is when you're working at Google, they are doing so many things that നമ്മൾ എന്ത് വിചാരിച്ചാലും it will kind of be competing with whatever Google is trying to do. Yes, ഇതാണ്. So but the good thing is they make all of these resources very accessible to you. Like there were lawyers that I got to speak to like in over video calls wherein they made it very clear that dude, if you continue down this path we will sue you. And they were very upfront about it. So and in general I'm a very risk averse person. So ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ലാസ്റ്റ് ദിവസം വരെ ഒന്നും ചെയ്തിട്ടില്ല. January 31st 2020 ആയിരുന്നു ലാസ്റ്റ് ഡേ. Feb 1st 2020 എല്ലാ ടൈം സോണിലും Feb 1st ആയതിനു ശേഷം ഞാൻ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ദർ വാസ് എ ലെവൽ ഓഫ് പാരനോയ. ആൻഡ് ഇൻ ജനറൽ അങ്ങനെ ഇത്തിരി കെയർഫുൾ ആയിട്ട് തന്നെ കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല, വരാനുള്ള സ്കോപ്പും ഇല്ല. ബിക്കോസ് they don't have anything against us. Do they know you exist as well? I don't know. I do think they'll be aware of us because they have teams who keep an eye out for what's going on around. And അങ്ങനെ ഇത്തിരി
സൈലോയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനി അല്ല. ദേ ആർ സ്മാർട്ട് ഇനഫ് ടു ജസ്റ്റ് ബി അവെയർ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് വി ആർ റിയലി പോസിങ് എനി ത്രെറ്റ് ടു ദം ഓർ എനിത്തിങ് അറ്റ് ദിസ് പോയിന്റ്. വി ആർ എ വെരി സ്മോൾ പ്ലെയർ ഇൻ ദ മാർക്കറ്റ് ആസ് ഫാർ ആസ് ദേ ആർ കൺസേൺഡ്. ആൻഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ് ഫോർ us also to capture, right? So in the long game, even if we can capture a fraction of the whole pie, it is going to be a massive company. ഇതിന് B2B ആംഗിൾ ഇല്ലേ ഇതിന്, ലൈക്ക് ഡ്രോപ്പ് ബോക്സ് ഒക്കെ പോലത്തെ? ഹാവ് യു തോട്ട് അബൌട്ട് ദാറ്റ്, ഓർ വൈ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഇൻ ദിസ് സ്പേസ്? Right. So this is interesting because എനിക്ക് അതിനിടയ്ക്ക് YC ആയിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു when I started, and wherein in the first I think 30 seconds itself they were like, dude, like forget your application. അവർക്ക് എന്നെ ഇഷ്ടമായി, അവർക്ക് end to end encryption എന്നുള്ളൊരു കൺസെപ്റ്റ് ഇഷ്ടമായി. അതിന് B2B അപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് അതിനെപ്പറ്റി മാത്രം സംസാരിക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഇനി 10-minute കോൺവെർസേഷൻ, റൈറ്റ്? സോ ഐ വാസ് ഓൾസോ ലൈക്ക് കുറച്ച് പിന്നെ നടി കിട്ടിയ മാതിരിയായി, കാരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ദാറ്റ് ഇസ് നോട്ട് ദ ആംഗിൾ ഐ വാസ് എക്സ്പെക്ടിങ് ദ കോൺവെർസേഷൻ ടു ഗോ ഇൻ. ആൻഡ് ദെൻ ഐ ഓൾസോ വാസ് ട്രൈങ് ടു കൺവേ ടു ദം ദാറ്റ് ഞാനൊരു B2B മനുഷ്യനല്ല. ലൈക്ക് കുറേ B2B പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സീറ്റയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് B2B sales and stuff requires a different kind of skills. And wherein a lot of things that I am good at is not really valuable there. അപ്പോൾ എനിക്ക് കുറച്ച് ഇത്തിരി ബ്യൂട്ടിഫുൾ സംഭവങ്ങൾ ഉണ്ടാക്കുക, ആൾക്കാർക്ക് ഇത്തിരി ഡിലൈറ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഉള്ളിൽ വാട്ട് മേക്സ് മീ ഹാപ്പി. സോ അതൊരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ക്രേവിങ്സ് ഒക്കെ സാറ്റിസ്ഫൈ ആയിട്ട് കിട്ടുക. സോ ആൻഡ് ഫോട്ടോസ് ആപ്പ് ഫോർ മീ ഇസ് എ വെരി റൊമാൻറ്റിക് തിങ് ടു ബിൽഡ്, റൈറ്റ്? ഇറ്റ് ഇസ് ദർ ഇസ് ലോട്ട് ഓഫ് സ്കോപ്പ് ഫോർ ഗിവിംഗ് ഡിലൈറ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജസ്റ്റ് എ വെരി പോസിറ്റീവ് സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ I understand there is a lot of money that can be made in the enterprise thing, but I feel even from a value perspective, like the idea of preserving photos and just protecting them is very important. കാരണം ഒന്ന് നമ്മുടെ ഭയങ്കര പേഴ്സണൽ മെമ്മറീസ് ആണ്. ഇപ്പോൾ ഈ ഗൂഗിളൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് സംതിങ് ദറ്റ് വി ഷുഡ് ബി വെരി മൈൻഡ്ഫുൾ അബൌട്ട്. കാരണം ഇറ്റ്സ് ഡേറ്റ ദറ്റ് ഓൺലി ദേ ഹാവ് ആക്സസ് ടു. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമുള്ള ഡേറ്റ സെറ്റാണ്. ഓപ്പൺ ആയിക്കില്ല, ഫേസ്ബുക്കിനില്ല, മെറ്റയ്ക്കില്ല. ആൻഡ് ടു ട്രെയിൻ എനി ലാർജ് വിഷൻ മോഡൽ, ദിസ് ഇസ് ദ ഡേറ്റ സെറ്റ് ദറ്റ് വിൽ ഹെൽപ്പ് ദം ദ മോസ്റ്റ്. ആൻഡ് ഇപ്പോൾ നാളെ ഒരു കമ്പ്യൂട്ടർ വിഷൻ മോഡൽ വരിക എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് വൺ വിൽ ഓൾവേസ് ബി ഗൂഗിൾസ്, ബിക്കോസ് ദേ ഹാഡ് ആക്സസ് ടു ദ ബെസ്റ്റ് ട്രെയിനിങ് ഡേറ്റ. അപ്പോൾ അതിൽ നിന്നൊരു ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേൾഡിന് കൊടുക്കുക എന്നുള്ളത് ഐ ഫീൽ ഇറ്റ്സ് സെൻസിബിൾ തിങ് ടു ഡു. ആൻഡ് ആസ് എൻ എഞ്ചിനീയർ ഇറ്റ്സ് ലൈക്ക് എ റെസ്പോൺസിബിൾ തിങ് ടു ഡു ദാറ്റ് എൻ്റെ ഫാമിലിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓപ്ഷൻ വേണമല്ലോ. So just to be clear, okay, Google doesn't have an option to enable end-to-end encryption for the Google Photos. ഇല്ല. Google is mining on the data, right? കാരണം അവർക്ക് ഇറ്റ്സ് എ വെരി വാല്യുബിൾ ഡേറ്റ സെറ്റ്. ഇറ്റ്സ് എ ഹ്യൂജ് മോട്ട് വേറെ ആർക്കും അവരെ തൊടാൻ പറ്റില്ല, റൈറ്റ്? വിഷൻ മോഡൽസ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗൂഗിൾസ് ഗെയിം ടു പ്ലേ. Interesting. And then comes the Ende.io where so you have to have a backup, right? So how do you, like in the example, you have taken pictures and locally stored on, and let's say your phone is gone. Do you still have a backup in Ende? Yeah, so that is the whole company around, right? What we do is we keep 3 copies of your data. അപ്പോൾ ഫീലിക്സ് ഒരു ഫോട്ടോ എടുത്ത് കഴിയുകയാണെങ്കിൽ that gets backed up to 3 different data centers. We use 3 different clouds. One is in Amsterdam, other is in Frankfurt, another is under the ground in Paris. So we keep 3 copies of your Underground in Paris? Paris, yeah. It's 25 meter under the ground. We have a bunker where we have rented out these things and we're keeping an extra copy there. Because natural disasters, അല്ലെങ്കിൽ geopolitical issues, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഇഫ് യു ആർ സിംപ്ലി യൂസിങ് വൺ പ്രൊവൈഡർ, ഇപ്പോൾ AWS മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നാളെ AWS ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൈമാറാൻ പറ്റില്ല, ഗിവ് യുവർ ഫോട്ടോസ്. സോ വിച്ച് ഇസ് വൈ ദർ ആർ 3 different providers we are keeping your photos with. So again coming back to the risk averse thing, right? And it's an engineering company. So അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര മെച്യൂർ ആയിട്ടാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ചാൻസസ് ഓഫ് us losing your photos are ridiculously small. And the photo is stored as encrypted over the... Yes, നമ്മൾ ഡിവൈസിൽ നിന്ന് എന്ത് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോ ആവാം, ഫോട്ടോൻ്റെ മെറ്റഡേറ്റ ആവാം, ലൈക്ക് പേരാവാം, ഫോൾഡർ ആവാം, അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള ആൾക്കാർ നമ്മൾ ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു, അപ്പോൾ ഫേസസ് ആവാം, അല്ലെങ്കിൽ ലൈക്ക് എവറിത്തിങ് ഇസ് എൻക്രിപ്റ്റഡ് എൻഡ് ടു എൻഡ്. Okay, interesting. Can the US government or someone, do something to, to retrieve that? ഇല്ല, അവർക്ക് എൻക്രിപ്റ്റഡ് ബ്ലോബ്സ് കിട്ടും, റൈറ്റ്? ഇപ്പോൾ നമ്മൾ അവർ വന്നൊരു സബ്പീന ചെയ്യുകയാണെങ്കിൽ വിൽ ബി ലൈക്ക് ഫൈൻഡ് ഔട്ട് ദീസ് ആർ ദ ബ്ലോബ്സ്, എടുത്തോളൂ, എന്താ ചെയ്യാൻ വെച്ചാൽ. ആൻഡ് ദീസ് ആർ എന്താ ഭയങ്കര ബാറ്റിൽ ടെസ്റ്റഡ് ടെക്നോളജീസ് ആണ് ഇതൊക്കെ. ഇപ്പോൾ ഇറ്റ്സ് സിമിലർ ടു കൈൻഡ് ഓഫ് സിഗ്നൽ, ഹൗ സിഗ്നൽ വർക്ക്സ്, റൈറ്റ്? I mean, I'm asking because like ഇതൊക്കെ കണ്ടിട്ടില്ലേ, ആപ്പിളിന് US ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്യണു, and Apple given something or don't give something, and ആ ഒരു കൈൻഡ് ഓഫ് ആൻഡ് സിമിലർ അത് തന്നെ ഇരുന്നു. ആപ്പിളിനും അങ്ങനെ തന്നെ അവർ കൈമലർത്തി ദാറ്റ് വി കാണ്ട് അൺലോക്ക് ദ ഡിവൈസ് എന്ന് പറഞ്ഞു. ആൻഡ് ഡിവൈസ് അൺലോക്ക് ചെയ്യുന്നവരെ അവർക്കെല്ലാം സംഭവം എൻക്രിപ്റ്റഡ് ആണ്. ആൻഡ് ആർക്കും FBI ആണെങ്കിൽ ആർക്കാണെങ്കിലും എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഡിവൈസിൻ്റെ സ്ഥിതി ഇല്ല, റൈറ്റ്? ഞങ്ങളുടെ കയ്യിൽ ആകെ ബ്ലോബ്സ് ആണല്ലോ, എൻക്രിപ്റ്റഡ് ബ്ലോബ്സ് ഉണ്ട്. ചേട്ടാ വേണമെങ്കിൽ എടുത്തോളൂ, എൻക്രിപ്റ്റഡ് ബ്ലോബ്സ് എടുത്തോളൂ. അങ്ങനത്തെ വീഡിയോ എക്സ്പീരിയൻസ് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. സോ ഒന്ന് എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്തിരി സേഫ് ആയിട്ട് കളിക്കണം. ഇതൊരു പെയ്ഡ് പ്ലാൻസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോൾ
if somebody really wants to do something illegal, we are a very bad platform for them. Okay. കാരണം ഞങ്ങൾ ഒന്ന് പേയ്മെൻറ്റ് എടുക്കുന്നുണ്ട് ആൻഡ് ടു ഷെയർ സ്റ്റഫ് ഓൾസോ ഓൺലി പെയ്ഡ് യൂസേഴ്സ് ക്യാൻ ഷെയർ എന്നുള്ളതാണ്. Oh wait, one second. Paid user can. ഫ്രീ യൂസേഴ്സിന് ഞങ്ങൾ ഷെയറിങ് ലിങ്ക് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഒന്നും ഫ്രീ യൂസേഴ്സിന് ഇല്ല. സോ പെയ്ഡ് യൂസേഴ്സിന് മാത്രം വെക്കുമ്പോൾ പെയ്ഡ് യൂസേഴ്സ് വല്ലതും ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് എ ഫോം ഓഫ് KYC that is there, right? In the sense that if നാളെ ആരെങ്കിലും പോലീസ് വരികയാണെങ്കിൽ ലൈക്ക് എൻ്റെ ഇസ് നോട്ട് അനോണിമസ് ബേസിക്കലി. എൻ്റെ പ്രൈവറ്റ് ആണ്, ലൈക്ക് അനോണിമസ് അല്ല, റൈറ്റ്? ആൻഡ് so it's, if somebody really wants to spread illegal content, we are a terrible platform, right? They wouldn't really want to pay or doing with this jazz. Interesting. And you said it's about Signal, right? So you do use Signal as well, or? Yeah, I use Signal as well. So the way I tell a lot of people, pitch NT to a lot of people, is that it's Signal for photos. So നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഐ തിങ്ക് അറൗണ്ട് 100 million ഫോട്ടോസ് ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഡൺ ബൈ 12 engineers and 12 team members, right? And some of you are your ex-colleagues from Directai and Google and everything, right? So അത്രയും ഒരു ടീം എങ്ങനെ ബിൽഡ് ചെയ്തു? വാട്ട് വാസ് ദ ടീം ബിൽഡിംഗ് ലൈക്ക്? കാരണം ഇതൊരു സിമ്പിൾ ഒരു ഫുൾ സ്റ്റാക്ക് പ്രൊഡക്റ്റ് അല്ലല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് ഹാസ് ടു ബി ടേക്ക് സം ടൈം ആൻഡ് എവറിത്തിങ്. സോ ഹൗ ഡിഡ് യു ബിൽഡ് ദാറ്റ് ടീം ഔട്ട്? വാട്ട് വാസ് ദാറ്റ് തിങ്സ് വെന്റ് ഇൻ ടു? So actually majority of this was built by I think 3 or 4 people only. 4 പേര് ഇരുന്നതാണ് mostly. Now the team is a bit bigger, and there are certain people that I went out and I really want to join. Maybe the first time, maybe when you coded on the first code, I think was on February 2020, right? And you were just alone, right? So when was the second member added? And I think ഞങ്ങൾ പിന്നെ ഒരു ഇന്റേണിനെ ഒരു വർഷം കഴിഞ്ഞ് ഹയർ ചെയ്തിരുന്നു. പിന്നെ കോ ഫൗണ്ടർ ആയിട്ട് എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട്, ലൈക്ക് ഹു ഐ വാസ് ലൈക്ക് സ്റ്റേയിങ് വിത്ത് ഫോർ എ വെരി ലോങ് ടൈം, and whom I had previously tried to build a company with previously. അപ്പോൾ അങ്ങനെ I think he was working at Uber at that point, and he was also getting disillusioned that അവിടെ ഒന്നും നടക്കണില്ല. And he was one of the very early employees at Zeta. So user ID 1, 2, 3 ഒക്കെ അങ്ങനെയാണ്. And so he was like, okay dude, like maybe now I want to take a break, and he was expecting a kid also at that point. So he was like, okay, I want to try something different at this point, so maybe we can try something different. I don't think it's the right time to jump out a startup at that point of like time. What do you think? Like risky move. ഇവിടെ റിസ്ക് ആണല്ലോ. അവിടെ ഓൾറെഡി യു ഗെറ്റ് എ monthly paycheck, and here you are like very risky, like figuring it out. I think right. So co-founder പേര് നീരജ് എന്നാണ്. I think നീരജ് is also from a very similar background in terms of finances, like how we are brought up, values ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അവനും he is not the kind of person whom money would make really happy. I mean he needs money to make rest of the things happen in his life, like ഇപ്പോൾ കുട്ടികളെ ടേക്ക് കെയർ ആണെങ്കിലും വൈഫിനെ നോക്കാനാണെങ്കിലും ഒക്കെ. But intrinsic motivation, like you throw billions at him, he will not really have a lot of use for it, right? And similar stories for me also. So I think he was also looking for a fun thing to do at that point. We'll try this out now. So he joined like 1.5 years later, 2021 mid ആവുമ്പോൾ. And then കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ the team grew. We found a few more interns, and പിന്നെ one more person joined, മാനവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സീനിയർ ആയിരുന്നു, ഡയറക്ടറിൽ തന്നെ എല്ലാവരും. Then it was 3 of us and a bunch of other folks for quite some time. And പിന്നെ ബാക്കിയുള്ള ഹയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെറൻഡിപ്പിറ്റസ് ആണ്. ലൈക്ക് ഞാൻ അങ്ങനെ നോക്കി ചെന്നിട്ടില്ല, എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഇതാക്കുന്നു. ആൻഡ് താങ്ക്ഫുള്ളി ഐ തിങ്ക് hiring has actually not been a challenge for us. കാരണം especially if you're an engineer, right, this is a very cool thing we are doing. അപ്പോൾ ഈ ലെവൽ ഓഫ് എക്സ്പോഷർ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് in a lot of other companies in India. And then there is another angle, കൺസ്യൂമർ ആപ്പാണ്, ഫോസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം പുറത്ത് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് കാണുന്നുണ്ട്. So engineering was easy. Product സൈഡിലാണെങ്കിലും so recently like one of the folks who was a director at ShareChat, he joined. And അങ്ങനെ ഡയറക്ടർ തന്നെയായിരുന്നു. So I also know him for a very very long time. And for him also from product perspective also, right, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഫോട്ടോസിനെ വെച്ചിട്ട് lot of delight to give. So hiring has just happened serendipitously, like അങ്ങനെയായിട്ട് പുറത്ത് പോയി ചെയ്യേണ്ടതെന്ന് വന്നില്ല. And we have been kind of careful to not overgrow the team. പറഞ്ഞില്ല ഇത്തിരി കൺസർവേറ്റീവ് ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത് കമ്പനി തന്നെ. So people have just come to us, and we are just continuing on that scheme. സോ നമ്മുടെ KPH വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇപ്പോൾ വിഷ്ണുവായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ bunch of people posted some questions. So I'm reading out some questions as well. So one of the question is from Jijo, like voice notes. Jijo Sunny has asked something. 1 second. Wait. നമ്മുടെ ഗ്രൂപ്പിൽ കുറേ മെസ്സേജസ് ഡെയിലി. It's a great community. കുറച്ച് KPH വേണ്ടി പൊക്കി പറഞ്ഞു. No, I think at least for me as a founder, I think it's been very helpful. I think you joined straight away from the Switzerland, I remember ആ സമയത്ത്. അല്ല ഞാൻ തിരിച്ച് എത്തിയ ഉടനെ തന്നെ. I think initially when I came back, I had put out some post on Hacker News. And അവിടെ എന്നെ ആരോ കണ്ടു. ഹാക്കർ ന്യൂസ് നമ്മൾ സ്ഥിരം നമ്മുടെ ആൾക്കാർ സ്കാൻ ചെയ്യും. ഏതെങ്കിലും മലയാളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് ആടിയും. How the thing goes. അന്ന് നമ്മൾ ഫോം വിളിച്ചിട്ട് I remember. I think we had അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അന്നാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. And then I ran into the community, and I think it's been great, right? I mean, people are genuinely helpful,
ആൻഡ് ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാത്ത ഹെൽപ്പാണ്, ഒരു കൈൻഡ്നെസ് ആണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി അൺകോമൺ ഇൻ ജനറൽ അറ്റ്ലീസ്റ്റ്. ആൻഡ് ഇറ്റ് ഇസ് നൈസ് ടു സീ ദാറ്റ് ലെവൽ ഓഫ് കൈൻഡ്നെസ്. ആൻഡ് പിന്നെ ആൾക്കാർ പറയുമല്ലോ എന്താ പറയുക, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്ന് പറയും. ആൻഡ് ഐ തിങ്ക് ബിൽഡിംഗ് എ കമ്പനി ഈസ് വെരി സിമിലർ ടു റേസിംഗ് എ ചൈൽഡ്. So having that level of support from such high quality people, I think I am very grateful to be a part of that group. Awesome. Good to hear that. Thank you so much. And how would you build Ende version 1 if you are starting today? Right. Okay, now it's 5 years into the journey. Like maybe the stack and the must-have features or things you avoided, or AI or team, or what would have done differently if you were starting now Correct. in 2025? അപ്പോൾ ആക്ച്വലി ഫണ്ണി തിങ് ഇസ് എൻ്റെ ഫോട്ടോസ് V1 എത്തിയിട്ടില്ല. Okay. റൈറ്റ്. ഇപ്പോഴും നമ്മൾ V0.9 നടക്കുന്നത് ബിക്കോസ് But still, maybe he meant like initial version. Understood. Right. അപ്പോൾ I think in terms of stack, nothing would have changed. I think we've made the right choices. So what is the stack you built? ഞങ്ങൾ മൊബൈലിൽ ഫ്ലട്ടർ ആണ്, വെബിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്, ആൻഡ് ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഇലക്ട്രോൺ ആപ്പാണ്, പിന്നെ സെർവർ ഗോലാംഗിലാണ്. ഓൾ ഓഫ് ദീസ് തിങ്സ് ഹാവ് ആക്ച്വലി സെർവ്ഡ് us well so far. At some point I think we'll reach a point where we might want to rewrite these things in a different style, but we are kind of in a good spot right now. In terms of പിന്നെ സ്റ്റാക്ക് പറഞ്ഞിരുന്നു, പിന്നെ ഐ തിങ്ക് പീപ്പിൾ ഓൾസോ features, must-have features you may have. Features, I think we've spent more time than I would have liked in terms of search, like machine learning എന്നൊക്കെ പറഞ്ഞത്, ബിക്കോസ് ഇത്തിരി ഓവർ കോൺഫിഡൻസിൽ തുടങ്ങിയതാണ്. ഫൈൻഡ് ഔട്ട് വീൽ നെയിൽ ഇറ്റ്, ലൈക്ക് എന്താ ഹൗ ഹാർഡ് ഇറ്റ് കുഡ് ബി ആയിരുന്നു. ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ആസ് വി ഗോട്ട് ഇൻ ടു ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വി റിയലൈസ് ദാറ്റ് ഇപ്പോൾ നമ്മൾ ഫോണിൽ മെഷീൻ ലേണിംഗ് റൺ ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര കമ്പ്യൂട്ട് കൺസ്ട്രെയിൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. കുറച്ച് ബാറ്ററി ഉള്ളൂ, കുറച്ച് കമ്പ്യൂട്ടർ ഉള്ളൂ. അതിൽ എഫിഷ്യൻ്റ്ലി എങ്ങനെയാണ് ഇപ്പോൾ ഫേസ് റെക്കഗ്നിഷൻ റൺ ചെയ്യുക, അല്ലെങ്കിൽ So for example, ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ, that is synced to cloud. സോ നമ്മുടെ സെർച്ച് ക്വയറീസ് അത് ക്ലൗഡിൽ പോവാണ്. ക്ലൗഡിലാണ് സെർച്ച് റൺ ചെയ്യുക, ക്ലൗഡിലാണ് ഫോട്ടോസ് മൊത്തം ഇൻഡെക്സ് ആയി വെച്ചിരിക്കുന്നത്. So that doesn't happen in Ende. ഇല്ല, ഇതിലെല്ലാം ലോക്കലാണ്. ഇപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്ത് സെർച്ച് ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്സ്, റൈറ്റ്? ഫേസ് സെർച്ചും നെക്സ്റ്റ് ലൈക്ക് അഡ്വാൻസ് സെർച്ച് നമുക്ക് ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. സോ ഐ തിങ്ക് ഇൻ ഹൈൻഡ്സൈറ്റ് ഐ ഷുഡ് ഹാവ് അക്കൗണ്ടഡ് ഫോർ more time that it would have taken us to crack this. How long it took problem for you? Like I think 4 years. 4 years for search? Right, yeah, for search. Damn. Right, yeah. And it's a small team also, right? It's 3-4 folks looking into this. And along with that, it is not like the product was in pause, right? Baaki continuously we have shipped features the whole time. And that is one thing I think community really vibes with us for. They think that we are really fast. And the matter of fact is we think that we are very slow. But I mean, I think expectations are different, right? I think people think we are fast, and that's great. I mean, one question ഇപ്പോൾ വന്ന് പോപ്പ് ചെയ്തെന്ന് വെച്ചാൽ, like since you are open source, right? So there is a code is on the GitHub and around 17,000 stars എന്തോ ഞാൻ കണ്ടിരുന്നു. So do you get public contribution and everything? അങ്ങനെ ഒരു bunch of team ഉണ്ടോ? ഉണ്ട്, കുറച്ച് പബ്ലിക് കോൺട്രിബ്യൂഷൻസ് കിട്ടാറുണ്ട്. ബട്ട് ഇറ്റ് കട്ട്സ് ബോത്ത് വേസ് ആക്ച്വലി. ഒന്ന് പറഞ്ഞാൽ യൂഷ്വലി കൺസ്യൂമർ ആപ്സിന് അത്ര പബ്ലിക് കോൺട്രിബ്യൂഷൻസ് കിട്ടില്ല. ലൈക്ക് ഇപ്പോൾ സിഗ്നൽ ആണെങ്കിലും ബിറ്റ്വാർഡൻ ആണെങ്കിലും ഓൾ ഓഫ് ദീസ് കേസ് കൺസ്യൂമേഴ്സ് ഡോണ്ട് റിയലി കോൺട്രിബ്യൂട്ട്. യൂഷ്വലി എന്റർപ്രൈസ് ആകുമ്പോഴാണ് ദർ ഇസ് സംബഡി ബീങ് പെയ്ഡ് റൈറ്റ് ടു മേക്ക് ദ കോൺട്രിബ്യൂഷൻ. ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇറ്റ് cuts both ways. Sometimes it's useful for us, and a lot of times people don't really understand the reason why we've designed things in a specific way. Right? അവർക്കൊരു ബട്ടൺ വേണമെന്ന് പറഞ്ഞാൽ അവർ സെറ്റിംഗ്സിൽ ചെന്നൊരു ബട്ടൺ ആഡ് ചെയ്യും. We have a philosophy, right, of how to go about building the product and what level of complexity we want to add to the UI. And അത് പിന്നെ നമ്മളൊരു വളരെ നൈസ് ആയിട്ട് പൊളിറ്റിക്കലായിട്ട് അവരുടെ പറയാണം, ചേട്ടാ പ്ലീസ് ദിസ് ഇസ് otherwise they could actually fork it and make it on their own, like, right? But most people don't. They would want their changes back upstream, right? അപ്പോൾ നമ്മൾ ഇത്തിരി സോറി കാരണം because they've already invested the effort in making the change. Right. And we are kind of pissing them off, saying that chata sorry, we can't include this and and so that community engagement has actually been difficult from that perspective, but I think people are starting to understand that this is like the way we want to be. We have a very strong vision for the product, and we don't really encourage എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. But does it took time for you, like, like over the years, what was it the initial days when we put it out? What was the, obviously you had a like Indian app എന്നുള്ളൊരു ഇതുണ്ടല്ലോ. So how did that evolution be it on Reddit, Hacker News and I think Hacker News initially vibed with us like a lot, right? Because I think they were very pragmatic about. I don't think they really cared about the fact that we were from India. They just found it very cool that somebody was finally out there building alternative, right? And it's a very relatable audience. അപ്പോൾ അവർക്കും തോന്നി ഓക്കെ ആരെങ്കിലും ഒരാൾ ചെയ്യണ്ടല്ലോ എന്നുള്ള ഹാപ്പിനെസ്സിൽ അവരും അപ്പോർട്ട് ചെയ്തു. ഹാക്കർ ന്യൂസിന് കൺവേർഷൻസ് യൂഷ്വലി കുറവാണ്, റൈറ്റ്? ബട്ട് ദേ വിൽ ഓൾവേസ് സപ്പോർട്ട് യു ഇൻ ദാറ്റ് സ്പിരിറ്റ് ഓഫ് ലൈക്ക് ജസ്റ്റ് ബ്രദർഹുഡ് ഓർ വാട്ട് എവർ, റൈറ്റ്? ആൻഡ് റെഡിറ്റ് ഇസ് ഡിഫറെൻറ്റ്. അവരുടെ മെൻറ്റാലിറ്റി ഇത്തിരി ഡിഫറെൻ്റ് ആണ്, ഇത്തിരി മോപ്പ് മെൻറ്റാലിറ്റി ഉണ്ട്. കാരണം എനി ഫോറം ദാറ്റ് ഇസ് അനോണിമസ്, റൈറ്റ്, ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് ടോക്സിസിറ്റി. അപ്പോൾ ദർ ഇസ് സർട്ടൻ ലെവൽ ഓഫ് കൾച്ചറൽ അപ്രോപ്രിയേഷൻ ദാറ്റ് ഹാപ്പൻസ്. ആൻഡ് at the end of the day, I think it takes time, right? And over a period of time, when they see you just persevering
സെയിം സംഭവം തന്നെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആഫ്റ്റർ പോയിന്റ് യു റിയലൈസ് ദാറ്റ് ഓക്കെ ഡൂഡ് ലൈക്ക് maybe I should actually check it out. So I think over a period of time Reddit has also warmed up to us. So there was a point wherein they were actively trying to cancel us. And now they realize that if they are actually looking for an alternative to Google Photos, it is Ente. Where are you avarkum manasilayittu. And they also understand that we are actually honest people, like trying to do the right thing. And there is no malice, right? Mandathanam pattum, right? That happens to anybody. Right. But they understand that these guys are actually genuine and they're trying to do the right thing, and so that seems to work. So one sub question I have in my, like, so when you post it on Reddit and everything, there can be some trolls and whatnot, right? So how do you mentally handle it? What was that like? Actually ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം I think the way I was brought up with people pleasing മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും ഹാപ്പി ആക്കി വെക്കണം, ഒരു ആക്സെപ്റ്റബിൾ പേഴ്സൺ ആവണം. And the more you put yourself out there on the internet, you realize that you can't make everybody happy. Right? അതൊന്ന്. Second, there will always be people who will actively find reasons to hate you. It doesn't matter what you do. Right? So this was something I had to learn along the way, that എല്ലാവരും നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റില്ല. And there are certain people that I care about. ഇപ്പോൾ എൻ്റെ ടീം ആവാം, എൻ്റെ ഫാമിലി ആവാം, ആൻഡ് കസ്റ്റമേഴ്സ് ആവാം. സോ ദോസ് പീപ്പിൾ ഐ കെയർ അബൌട്ട് മേക്കിംഗ് ഹാപ്പി. അപ്പോൾ ഉള്ള എനർജി അതിലേക്ക് പോർ ചെയ്യുക ആൻഡ് ദെൻ ട്രൈ ടു മെൻ്റലി കട്ട് ഓഫ് ഫ്രം വാട്ട് എവർ ടോക്സിസിറ്റീസ് ഔട്ട് ദെയർ എന്നുള്ളതാണ്. Interesting. One more question from the KPH Mafia group is how your blogs consistently go viral on Hacker News. Hacker News for the audience is one of the നമ്മുടെ ഗ്രൂപ്പിലായാലും Hacker News and production are some of the places where people put their updates, change logs, releases and everything. So how do you crack Hacker News? സിനെ ക്രാക്ക് ആയിട്ടല്ല, ഐ ഫീൽ ഐ ഹവ് ഗ്രോൺ അപ്പ് ദെയർ. റൈറ്റ്, കുറേ കാലമായിട്ട് ഞാൻ സിൻസ് ഐ സ്റ്റാർട്ട് പ്രോഗ്രാമിംഗ് ഐ ഹവ് ജസ്റ്റ് ലേർക്ഡ് ദെയർ ആൻഡ് ആക്റ്റീവ് കമൻറ്റർ ഒന്നുമല്ല, ബട്ട് ഐ ഹവ് ജസ്റ്റ് ബീൻ ഓൺ ദറ്റ് ഫോറം. റൈറ്റ്, സോ ലോട്ട് ഓഫ് who I am is also because of what that forum has been, and that forum has also evolved. The people there has evolved, so I have kind of evolved with them. Appo I think they can recognize a fellow hacker, right? Appo and I think most of the stuff we write is authentic stuff. നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവണോ ആൻഡ് അതിനെപ്പറ്റി മാർക്കറ്റിംഗ് ഫ്ലഫ് ആയിട്ടൊന്നും അല്ല, നമ്മൾ നടക്കുന്ന കാര്യം നടക്കണം അതുമാതിരി തന്നെ സത്യസന്ധമായിട്ട് പറയുമ്പോൾ അത് അവർക്ക് ഐ തിങ്ക് ദേ ഫൈൻഡ് ഇറ്റ് റിലേറ്റബിൾ. ആൻഡ് അപ്പം അങ്ങനെ there is no game. I don't think this is a platform where you can game, കാരണം it's heavily humanly moderated. അപ്പോൾ നമ്മൾ അത് അവർ പറയുന്നില്ല, ലൈക്ക് അവർ പറയുന്നത് ഒക്കെ അപ്പോട്ട് വെച്ചിട്ടാണ്. But I think in our experience there are people who actually go through the forum who like കുറേ സമയം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വേറെ നമ്മൾ വല്ലതും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ അന്നൊന്നും വന്നിട്ടേ ഉണ്ടാവില്ല, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാണാൻ ഞങ്ങൾ ആ സെയിം ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിലെത്തിയിട്ടുണ്ടാവും. റൈറ്റ്, വിച്ച് മീൻസ് സം മോഡറേറ്റർ ഓർ സംബഡി ഹൂസ് ആക്ച്വലി റീഡിംഗ് ത്രൂ ഇറ്റ് ലൈക്ഡ് വാട്ട് വി ഹാഡ് ഡൺ and they pushed us to the front page. I remember നമ്മൾ പണ്ടപ്പോഴും ഹാക്കർ ന്യൂസിൽ ഞാൻ എന്തോ പോസ്റ്റ് ചെയ്ത സമയത്ത് അത് didn't show up, so I emailed them, so they wrote back. Right. Yeah. I mean ആ ഒരു ആളവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്, and imagine the kind of emails he be getting daily, and he's managing it, right, moderating really രണ്ട് പേരുണ്ട്, I think Daniel and I forgot the other person. Daniel and one more person. Yes. പണ്ട് പോൾ ഗ്രഹാം ഉണ്ടായിരുന്നുണ്ടല്ലേ അതിന് മോഡറേറ്റ് ഉണ്ട്, but now I think he's kind of interesting. Okay, so the question again is some of the tips understood. Then one of the other channels for you to acquire customers or users is Reddit, right? I think you experienced on Reddit ads as well, right? So how was that experience and something you can share? അപ്പോൾ ഞങ്ങൾ ആദ്യം മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടായി വരുന്നത് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ്. സോ വി വർ ട്രൈ ടു ബി വെരി കെയർഫുൾ. നമ്മൾ ആദ്യം കുറച്ച് പൈസ ഇൻ ടേംസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ലെറ്റ്സ് ട്രൈ പുട്ടിങ് മണി ഇൻ എ ബഞ്ച് ഓഫ് പ്ലേസസ്. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാ, മെറ്റ, റെഡിറ്റ്, പിന്നെ ഗൂഗിൾ സെർച്ച്, കുറച്ച് സ്ഥലങ്ങളിലിട്ട് നോക്കി, ബ്രേവ് ആഡ്സ്. then we were trying to see what the return on investment is. And it's difficult to track for a company like Ente because we don't track customers. Right, അപ്പോൾ നമുക്ക് എത്ര ആൾക്കാർ ആഡിൽ ക്ലിക്ക് ചെയ്തെന്ന് അറിയാം, ആൻഡ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർ എന്താ സൈനപ്പ് ചെയ്തോ പെയ്ഡ് ആയോ ഒന്നും ഒരു ഐഡിയ ഇല്ല. സോ വി ഹാഡ് ടു യൂസ് പ്രോക്സി സിഗ്നൽസ്. റൈറ്റ്, ക്ലിക്ക് ചെയ്ത് വന്ന ആൾക്കാർ എത്ര നേരം പേജിൽ സ്പെൻഡ് ചെയ്തു, റൈറ്റ്, അങ്ങനത്തെ സിഗ്നൽസ് ഒക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് Reddit is having a much better ROI. കാരണം I think Redditors are folks who are more open to checking out new technology or like new products, right? അതുകൊണ്ട് ആൻഡ് ദെൻ റെഡിറ്റിൽ പിന്നെ എന്താ വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി a lot less mature as a platform to advertise on if you compare it with Meta or Google. Like obviously Reddit, it's അത് അവരുടെ that is their എന്താ bread and butter. ഇവർ പുതിയതായിട്ട് വരുന്നതാണ്. സോ interface itself is simple only, and ഞങ്ങളുടെ കളി എന്ന് പറഞ്ഞാൽ we were basically just targeting very niche communities. So you can actually add run an ad on a particular subreddit, I think. Yes, so we were basically saying okay, ഇപ്പോൾ നമ്മൾ ഒരു Google എന്ന് പറഞ്ഞ subreddit ഉണ്ട് with 100,000 people who are actively just trying to get out of Google. അപ്പോൾ അവർക്ക് പ്രൈവസി എന്ന് മാത്രമല്ല, they just don't want to use Google എന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആഡ്സ് ഇടുന്നു,
ആൻഡ് ഓൾസോ ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പയിൻസ് റൺ ചെയ്യുമ്പോൾ ദർ ആർ 2%. വൺ ഇസ് കൺവേർഷൻ, സെക്കൻഡ് ഇസ് ജസ്റ്റ് അവയർനെസ്. അപ്പോൾ ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു be clear on what it is that you're looking for. കാരണം Reddit is actually a great platform for cheap billboard. കാരണം അവിടെ CTR എന്ന് പറയും, ഇപ്പോൾ ഇത്ര ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ പോകുന്നുണ്ടെന്നുണ്ട് വേഴ്സസ് ജസ്റ്റ് ആഡ് ഇംപ്രഷൻസിനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ Reddit ആക്ച്വലി ഇസ് റിഡിക്കുലസ്ലി ചീപ്പ്. പിന്നെ അവിടെ നിന്ന് ക്ലിക്സ് കിട്ടാൻ ഹാർഡ് വർക്ക് ചെയ്യാം. അവിടെയാണ് ടാർഗറ്റിംഗ് വരുന്നത്. ആൻഡ് മോസ്റ്റ്ലി ഫോർ എസ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഇങ്ങനത്തെ നീഷ് കമ്മ്യൂണിറ്റീസ് നോക്കുക. പിന്നെ അവർക്കൊരു ഓഡിയൻസ് എക്സ്പാൻഷൻ ഉണ്ട് വിച്ച് വെറും ദേ ഡൈനാമിക്കലി സേ ദിസ്. ആൻഡ് പിന്നെ കുറച്ച് ടൂൾസ് ഉണ്ട് ഇപ്പോൾ ഒരു സിമിലർ സബ്രെഡിറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ യു ക്യാൻ സേ ദാറ്റ് ഓക്കെ ഇപ്പോൾ ഈ ഡി ഗൂഗിളിലുള്ള ആൾക്കാർ തന്നെ ഒരു ഇതിൻ്റെ മാക്സിമം സബ്സെറ്റ് വേറെ ഇത് സബ്രെഡിറ്റിൽ ഹാങ് ഔട്ട് ചെയ്യുന്നത് ലൈക്ക് സിമിലർ സബ്രെഡിറ്റ്സ് പറഞ്ഞിട്ട് ദെൻ യു ക്യാൻ കൈൻഡ് ഓഫ് ആഡ് ദോസ് സബ്രെഡിറ്റ്സ് ഓൾസോ. ഐ തിങ്ക് ഞാൻ പണ്ടെപ്പോഴും ആഡ് റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഭയങ്കര kind of amount you spend on this is very very cheaper compared to any other platform. Right. പിന്നെ അത് മെച്ചുവർ ആയിട്ടുണ്ടായിരുന്നില്ല. I don't know if it is current stage, but it still feels very mature, but at least for impressions it's actually a great place. Okay, interesting. Okay, so another question from the KPH WhatsApp group is how would you build things you would have avoided an AI? Let's say AI has been in the talk of the town recently, right? Anything you would have done differently based on the current models and everything is available at the moment? ഇല്ല, ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബെറ്റാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഇൻ സെൻസ് ഓഫ് മേക്കിംഗ് ദിസ് ബെറ്റ് ദാറ്റ് നമ്മൾ മോഡൽസ് ആർ ഗെറ്റിംഗ് സ്മോളർ, കമ്പ്യൂട്ടേഴ്സ് ഗെറ്റിംഗ് ബെറ്റർ, സോ ദാറ്റ് റണ്ണിങ് മെഷീൻ ലേണിംഗ് ഓൺ ദി എഡ്ജ് വിൽ പാൻ ഔട്ട് ഇൻ ദ ലോങ് റൺ എന്നുള്ളൊരു ബെറ്റാണ് ഞങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. ബിക്കോസ് ഈവൻ നൗ ഇഫ് യു ഗോ ആൻഡ് ടെൽ പീപ്പിൾ ദെൽ ബി ലൈക്ക് ഓ ഡൂഡ് നമുക്ക് അത്ര ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് ഫേസ് റെക്കഗ്നിഷൻ കിട്ടില്ല എന്ന് പറയും. ബട്ട് ദാറ്റ് ഇസ് ആക്ച്വലി വി ആർ പ്രൂവിങ് ദാറ്റ് ടു ബി റോങ്, റൈറ്റ്? ആൻഡ് ദാറ്റ് ഹസ് ഹാപ്പൻഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് ദിസ് വിൽ ഓൺലി ഗെറ്റ് ബെറ്റർ ഫോർ us. So in terms of computer vision models, we have very much been on the frontier trying to understand what is happening and executing. And പിന്നെ ജനറൽ അതർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ലാംഗ്വേജ് മോഡൽസിൽ കുറേ വന്നിട്ടുണ്ട്. ആൻഡ് അതിലും ഐ ഫീൽ വി ആർ ഗോയിങ് ഇൻ ദാറ്റ് പാത്ത് ഓൺലി. ദാറ്റ് ഐ ഫീൽ ദർ വിൽ ബി എ പോയിന്റ് വെർ ഇൻ എന്നാൽ ആരോ കമ്മ്യൂണിറ്റിയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, റൈറ്റ്? ഐ തിങ്ക് ഫോർ ഡീപ് സീക്ക് റണ്ണിങ് ഓൺ മൊബൈൽ. ആൻഡ് ദർ ആക്ച്വലി ബഞ്ച് ഓഫ് ആപ്സ് വിച്ച് ആർ ഓൾറെഡി ഡൂയിങ് ദിസ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വെർ ദ ഫ്യൂച്ചർ ഇസ്. AI എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് വൺ പ്രോബ്ലം വിത്ത് ദറ്റ് വേർഡ് AI is it's kind of become a fluffy word, right? പണ്ട് നമ്മൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ക്രിപ്റ്റോ ഇസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ടെക്നോളജി. നൗ അത് ആൾക്കാർ സ്കാംസിനായിട്ട് യൂസ് ചെയ്ത് ഇറ്റ്സ് ഡൈല്യൂട്ടഡ്, റൈറ്റ്? ദ വാല്യൂ ഓഫ് ദറ്റ് വേർഡ് ഇസ് കൈൻഡ് ഓഫ് ഗോട്ടൻ ഡൈല്യൂട്ടഡ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് ഹാപ്പനിങ് വിത്ത് AI ഓൾസോ ഇൻ സം സെൻസ്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് അണ്ടർലൈങ് ടെക്നോളജി, മെഷീൻ ലേണിംഗ് ഐ തിങ്ക് ഇസ് ഇൻക്രെഡിബ്ലി കൂൾ. അപ്പോൾ ഇപ്പോൾ ഈ ലാംഗ്വേജ് മോഡൽസ് ആണെങ്കിലും ദാറ്റ് ഇസ് വെയർ തിങ്സ് ആർ ഹെഡഡ്, റൈറ്റ്? ആൻഡ് ദ തിങ് സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കൺസ്യൂമർ ഡേറ്റ, ദാറ്റ് I feel the idea that all of this will get processed centrally on a server, I think that is ridiculous. Like at some point, like first principles in think cheyanengil, you would never do this with any other data, right? You would not give all of your data to a random person who can go through it just because they'll give you some value out of it, right? And I think it depends on the kind of data, right? ഇപ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഴ്സണലാണ്, റൈറ്റ്? ആൻഡ് ചിലപ്പോൾ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ നോട്ട്സ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. ഇമെയിൽ എനിക്ക് അത്ര പേഴ്സണലല്ല, റൈറ്റ്? ചാറ്റ്സ് ഇപ്പോൾ അത്ര പേഴ്സണലല്ല. സോ ഇറ്റ് depends on the person that you are and the kind of data that you hold very close to your heart. So coming back to AI, I think the centralized AI thing I feel has to go away at some point. So that is a bet that we are placing. That would actually anyway go away. Let us start engineering now only to get to a place where we want to get to. So you have applied to Y Combinator. They were suggesting you to go in a different direction, and you effectively need to have money in the bank in order to pay your salary to the people, right? So did you find money in somehow, or so there were friends and family who were there for us, and because initially it was just me and Neeraj and a bunch of other folks. I think both Neeraj and I took a pay cut for a longest amount of time, and I still continue to take pay cuts. So in terms of investment, it was mostly from our pockets and the few folks that helped us out. And I think it's funny, right? I think they say that, you know, money comes to you when you don't need it. അപ്പോൾ mostly എൻ്റെ ഗ്രാൻഡും അങ്ങനെയായിരുന്നു, right? In terms of money, it came at a point wherein we did not really need the money. But I think in terms of branding and exposure, it was actually very nice because Mozilla is a company that... Mozilla has given grant? Yes, they have given us $100,000 grant. And they also flew us down to, I think, New York and then SF and just for their events. And so I think I am personally very happy about it because Mozilla is a company I have grown up looking up to. And there was a point like 20 years back wherein browsers were just like I നടക്കുന്ന സമയത്ത് അവരാണ് വന്ന് they have disrupted the market completely, saying that അങ്ങനെയല്ല, this is not how internet should be, it should be open, it should be free. അപ്പോൾ അവർ open source browser ഇറക്കി, and they did something which is very positive for humanity and like how things have evolved.
So, and now we are trying to do the same thing with photos, right? Saying that everything will be open and it's not okay for things to be just used as fodder for AI and that Apple locking your data to their ecosystem. So we are, what they did to browsers, we are kind of trying to do to photos. But I use Firefox using So when they came back, like ഞാൻ എന്നോ ഒരു സംഭവം എപ്പോഴോ ലഞ്ച് കഴിഞ്ഞ് എപ്പോഴോ വെറുതെ അപ്ലൈ ചെയ്താണ് ഗ്രാൻറ്റിന്. സോ വെൻ ദേ ഗോട്ട് ബാക്ക് like saying that they want to talk and we had a very long conversation because I think there are a lot of people who apply to Mozilla, right? So, and they were very happy with what we were doing, and I think they also understood that we were at a disadvantage out of being in India, that if we were doing the same thing out of, as they themselves were saying this, that dude, like if you guys were here, perhaps the perceived impact would have been much higher. So I'm very grateful to them for the fact that they were endorsing us, because that is a big deal for us. Building this in India, you said like it would have been a better advantage if it was building outside India, right? So have you ever given a thought to move to somewhere else and thoughts in there, right, in terms of moving out, but I think what is holding you back here? I think that people are here, right, and I again value relationships quite a bit, and although കുറച്ച് ഫാമിലി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ I think I started spending more time with my kid than with my friends, but it is still like I think people are still very close to my heart. അപ്പോൾ അങ്ങനെ ഹോൾഡിങ് യു ബാക്ക് ആയിട്ടല്ല, but I feel we can still do a lot of great things while being based out of India, and especially ഇന്നത്തെ ഏജിൽ പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ എൻ്റയർ യൂസർ ബേസ് കമ്മ്യൂണിറ്റീസ് ഓൺ ഡിസ്കോഡ്, റൈറ്റ്. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടാനൊന്നും നേരിട്ട് ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് നോട്ട് എൻ എൻ്റർപ്രൈസ് പ്രോഡക്റ്റ്, റൈറ്റ്, വെർ യു നീഡ് ടു ഡു ഇൻ പേഴ്സൺ സെയിൽസ്. ലൈക്ക് പീപ്പിൾ ആർ സ്ക്രീമിംഗ് അറ്റ് us with bugs and feedback, so we have very clear idea on like what customers want and what we should be building. And പിന്നെ there are certain disadvantages. I think capital is definitely harder to raise here. കാരണം ഞാനിവിടെ കുറേ ഇൻവെസ്റ്റേഴ്സിൻ്റെ സംസാരിച്ചിട്ടുണ്ട്, ആൻഡ് ഇവിടുത്തെ വെഞ്ചർ ക്യാപിറ്റൽ അധികം വെഞ്ചർ ഇല്ല എന്ന് പറയാം, ബിക്കോസ് ദേ ആർ മോസ്റ്റ്ലി ഫോളോയിങ് other footsteps. They don't place very bold bets. And in general, every VC has a framework, right? അപ്പോൾ ഈ ഒരു ഇത് ടിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് ചെയ്യാന്നുള്ളൊരു സ്ഥിതിയിലാണ്. ആൻഡ് ഞങ്ങൾ കുറേ അവരുടെ ഫ്രെയിംവർക്സിൽ കുറേ ടിക്ക് ചെയ്യുന്നില്ല. ഒന്ന് കൺസ്യൂമർ ആപ്പാണ്, ഗ്ലോബൽ കൺസ്യൂമർ ആപ്പാണ്, ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുകയാണ്, ഫോസ് ആണ്. ആൻഡ് സോ capital is definitely a disadvantage. കാരണം പുറത്ത് പറഞ്ഞാൽ capital is easier because they're used to placing bolder bets. And ഇന്ത്യയിലെ വെഞ്ചർ ക്യാപിറ്റലിന് അത്ര വെഞ്ചർ ഇല്ല. Like they are mostly following patterns of what's happening in US or in China. And we don't fit their frameworks for a variety of reasons. Like it's a global consumer app being built in India, and it's a very price sensitive market. Who will pay for privacy? And they don't understand the need right now, and they can't forecast the importance of it. So it's a harder conversation to have here. So that is definitely, I think it does put certain kind of projects at a disadvantage. And I think NT is kind of one of those projects. But I think at the end of the day, if you're trying to build a company, right? I'm not trying to raise capital. I am here to build a company. So whether or not I raise capital, I don't think has a impact on what the end result should be. Another question I asked to the guest is the books or podcasts, anything you listen to or would recommend the audience as well? ബുക്സ് അധികം വായിക്കാറില്ല. കുട്ടിയാകുമ്പോൾ കുറേ വായിച്ചിരുന്നു, ഫിക്ഷനൊക്കെ. ആൻഡ് ഐ തിങ്ക് ഐ ഗോട്ട് മൈ കമ്പ്യൂട്ടർ ആൻഡ് ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് മൈ റീഡിംഗ് ഹാബിറ്റ്. പിന്നെ പോഡ്കാസ്റ്റും അങ്ങനെ കേൾക്കാറില്ല. അതിനായിട്ടുള്ള ദാറ്റ്സ് എൻ എക്സെപ്ഷൻ. കാണാറുണ്ട് ബിക്കോസ് എ ലോട്ട് ഓഫ് റിലേറ്റബിൾ ഫോക്സ് ദേർ, പീപ്പിൾ ഐ നോ ഹു ടേൺ അപ്പ്. സോ അല്ലാണ്ട് ഇല്ല, അങ്ങനത്തെ കണ്ടന്റ് കുറവാണ്. So what are the other tools you use in your work and productivity, something you can recommend, and maybe the audience can also take it down? Productivity പറഞ്ഞാൽ in general അധികം ടൂൾസ് യൂസ് ചെയ്യുന്ന മനുഷ്യനല്ല. How do you work? That's also better question to answer, right? What is your day in a life looks like? ഇപ്പോൾ ഭയങ്കര റാൻഡമാണ്. കാരണം ഐ തിങ്ക് മൈ റോൾ ഇൻ ദ കമ്പനി has evolved over a period of time, and at this point we have people who are significantly better at individual functions than I am. അപ്പോൾ എഞ്ചിനീയറിംഗ് ഞാൻ മോസ്റ്റ്ലി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലേറ്റ് നൈറ്റ് റൂട്ടീൻസ് ആയിരുന്നു എനിക്കിഷ്ടം. കാരണം അറ്റ് നൈറ്റ് ഇസ് വെൻ ഐ എം മോസ്റ്റ് പ്രൊഡക്റ്റീവ്. ആൻഡ് ഇപ്പോൾ ഇത്തിരി ഹാഫ് സപ്പോർട്ട് വർക്കൊക്കെയാണ് മോസ്റ്റ്ലി. കമ്മ്യൂണിറ്റി ആയിട്ട് എൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നോക്കുക, ഒരു മാർക്കറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുക, പ്രൊഡക്റ്റ് ജസ്റ്റ് ബേസിക്കലി കീപ് പീപ്പിൾ ടുഗദർ, മേക്ക് ഷുവർ ദ പീപ്പിൾ ആർ ഇൻ എ ഗുഡ് ഹെഡ് സ്പേസ് എന്നുള്ളതാണ്. അപ്പോൾ അതിനായി സോ ഇറ്റ്സ് ലിറ്റിൽ റാൻഡമാണ്. ഒരു ദിവസം ഓഫീസിൽ പോയി കഴിയുമ്പോൾ മനസ്സിലാണ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ടുഡേ. അപ്പോൾ അന്ന് ചെയ്യാൻ പറ്റുന്ന അത്ര സംഭവങ്ങൾ അങ്ങനെ ചെയ്യുക, പിന്നെ നെക്സ്റ്റ് ഡേ നോക്കുക, അങ്ങനെ ടേക്കിംഗ് വൺ ഡേ അറ്റ് എ ടൈം ആണ് ഇപ്പോൾ റൈറ്റ് നൗ. ഇൻ ടേംസ് ഓഫ് ടൂൾസ് ഇപ്പോൾ ഐ തിങ്ക് ഐ ടേക്ക് നോട്ട്സ് ക്വൈറ്റ് എ ബിറ്റ്. അപ്പോൾ നോട്ട്സ് നുക്ക് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, നോട്ട്സ് നുക്ക്. അതൊരു പാകിസ്ഥാൻ ബേസ്ഡ് കമ്പനിയാണ്, അബ്ദുള്ള എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എൻ ടു എൻക്രിപ്റ്റഡ് നോട്ട്സ് ആപ്പ്. സോ ഐ ടേക്ക് ലോട്ട് ഓഫ് നോട്ട്സ്. സോ അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഈ മറ്റേ എൻക്രിപ്റ്റഡ് ടൂളാണോ?
എന്നിട്ട് ടൂളാണ് സോറി എൻക്രിപ്റ്റഡ് ടൂൾസിൻ്റെ ആളാണ്. അതെ പറയാം, എല്ലാതും ഞാൻ എൻക്രിപ്റ്റഡ് യൂസ് ചെയ്യാറില്ല. ലോട്ട് ഓഫ് പ്ലേസസ് ഫോർ മീ യൂസിബിലിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എനിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ്സ് പ്രൈവറ്റ് ടു മീ. സോ അപ്പോൾ നോട്ട്സ് മാത്രം എൻക്രിപ്റ്റഡ് ആണ്, ഫോട്ടോസ് എൻക്രിപ്റ്റഡ് ആണ്, ഇമെയിൽ എൻക്രിപ്റ്റഡ് അല്ല. ചാറ്റിന് ചിലപ്പോൾ സോഹോ യൂസ് ചെയ്യുന്നത്. ഞാൻ സോഹോൻ്റെ ഞാൻ ഭയങ്കര ബിഗ് ഫാനാണ്. ലൈക്ക് തണ്ടർബേർഡ് ഉപയോഗിക്കുന്ന ആളുണ്ട്, കൈലാഷ്. റൈറ്റ് ഐ നോ. ഐ തിങ്ക് ഈസ് ബിൽഡിംഗ് എ ന്യൂ ഇമെയിൽ ക്ലയന്റ് ഓൾസോ. റൈറ്റ്, he is also building a new email client right now. Mailmonk. Listmonk is the current one. Mailmonk is a tool that he's building. Okay, got it. Right, he has mentioned yesterday on podcast. Understood. Yeah, looking forward to that. Yeah. Okay, so you are okay. Soho is like your email. Okay. Zoho using email and that's about it usually. എല്ലാത്തിനും എൻക്രിപ്റ്റഡ് ടൂൾസ് ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ജിറ ടാസ്ക് മാനേജ്മെന്റ് സംഭവം, ടാസ്ക് നോട്ട്സ് നോക്കാണ്. അതിൽ ബേസിക്കലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ടു ഡു ലിസ്റ്റ് നോട്ട്സ് നുക്ക് NOTES NOOK. Okay. notesnook.com നോക്കിയാൽ മതി. We'll check it out. Yeah. Any other tools that you? ഇപ്പോൾ ഇടയ്ക്കിപ്പോൾ മോസ്റ്റ്ലി നൗ we use engineering as marketing quite heavily. അപ്പോൾ എൻ്റെ റോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ I try to build simple tools that can get us traction. Oh, is that how you build the Auth? അപ്പോൾ Auth അങ്ങനെയായിരുന്നു. So and then Auth for the audience you can. Right, so Auth is a 2FA app for like storing and managing your like second factor secrets, and I can very comfortably say that it is the best authenticator app out there right now. We are cross platform, we are fully open source, we give you end-to-end encrypted backups completely free, and again fully open source ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് ഹോസ്റ്റും ചെയ്യാം, ബട്ട് I think the cross platform part is what a lot of people come for. കാരണം ഇപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ authenticator മൈക്രോസോഫ്റ്റ് authenticator ഒന്നും അങ്ങനെയില്ല. അല്ല, അവർക്ക് നിങ്ങളുടെ യുവർ സീക്രറ്റ്സ് ഡോണ്ട് സിങ്ക്. റൈറ്റ്, ഗൂഗിൾ ഇപ്പോൾ റീസെൻ്റ്ലി സിങ്ക് ആഡ് ചെയ്തിരുന്നു. Then there is a lot of furor because it is not end-to-end encrypted. So Google can actually see your secrets. And that is a really dumb move that Google did. Right. So ഞങ്ങളുടെ പറഞ്ഞാൽ everything is encrypted. So even if you lose your device, you can just sign in and you can get your secrets back. Or you can കുറേ ആൾക്കാർ ഡെസ്ക്ടോപ്പ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മാക്കിൽ ലിനക്സിൽ വിൻഡോസിലൊക്കെ ഡെസ്ക്ടോപ്പ് ആപ്സ് ഉണ്ട്. സോ യു ക്യാൻ വ്യൂ യുവർ കോഡ്സ് ദെയർ ഓൺലി. വി ഹാവ് എ വെബ് ആപ്പ് ഓൾസോ. സോ അതിന് വേണ്ടി കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യും. പിന്നെ ദർ ആർ സം ലിറ്റിൽ ബിറ്റ് ലൈക്ക് ടൈനി ഫീച്ചേഴ്സ് ദാറ്റ് പീപ്പിൾ റിയലി ലൈക്ക്. അത് ഞങ്ങൾ പ്രൊഡക്റ്റ് ഹണ്ടിൽ ലോഞ്ച് ചെയ്തിരുന്നു. ദാറ്റ് ഹാഡ് ഗോൺ. നമ്മൾ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. യു ഹാവ് പുട്ട് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ് ആസ് വെൽ. ഐ തിങ്ക് വൺ ഓഫ് തിങ്സ് which got my attention was the next code that is going to generate. There is a simple thing. അപ്പോൾ ആക്ച്വലി ഇത് ഫുൾ നീരജ് ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കിയ സംഭവമാണ്. ഇറ്റ് വാസ് എ വീക്കെൻഡ് പ്രൊജക്ട് ഫോർ ഹിം ആൻഡ് വി ജസ്റ്റ് ഷിപ്ഡ് ഇറ്റ് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് ദേ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിനൊരു കണ്ടിന്യൂ ചെയ്ത്. അതും ഓപ്പൺ സോഴ്സ് തന്നെയാണ്. അത് ഫുള്ളി ഓപ്പൺ സോഴ്സ് ആണ് ആൻഡ് ഫുള്ളി ഫ്രീ ആണ്. ഫോട്ടോസ് ഫ്രീ അല്ല. ആൻഡ് ഫോർ എസ് ദാറ്റ് ഇസ് എ മാർക്കറ്റിംഗ് വെക്ടർ ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് us users into photos. One more question. I mean, like authenticator അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് authenticator ഒക്കെ അതിൻ്റെ ഒരു യൂസ് കേസ് എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫ്രം ലൈക്ക് വെരി കോമൺ മാൻ പോയിന്റ് ഓഫ് വ്യൂ? റൈറ്റ്, അപ്പോൾ സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് യൂഷ്വലി ഒരു സർവീസ് സൈൻ അപ്പ് ചെയ്യുമ്പോൾ അതിന് യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ ഇഫ് യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ലീക്ക് ഫോർ എക്സാമ്പിൾ, ആർക്കെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഫാക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ആക്ച്വലി ഹാവ്. പാസ്വേഡും ഇത് പറഞ്ഞാൽ സംതിങ് യു നോ ആൻഡ് സെക്കൻഡ് ഫാക്ടർ സംതിങ് യു ഹാവ്. അപ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന കോഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് പ്രൂവ്സ് ദാറ്റ് യു ആക്ച്വലി ഹാവ് യുവർ ഫിസിക്കൽ ഡിവൈസ് വിത്ത് യു റൈറ്റ് നൗ. അപ്പോൾ പാസ്വേഡ് അടിച്ചു, ആ കോഡും കൂടി അടിച്ചാലേ അവർക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. വൺ ക്വസ്റ്റ്യൻ, ഒ ടി പി അല്ല എന്നൊരു ഓപ്ഷൻ? ഒ ടി പി അത് തന്നെയാണ്, സെയിം ആണ്. സോ ഒ ടി പിയും നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് മേക്കിംഗ് ഷുവർ ദാറ്റ് യു ആക്ച്വലി ഹാവ് ദ ഡിവൈസ് ഇൻ യുവർ ഹാൻഡ്. ഓക്കെ, സോ വൈ വുഡ് സമ്മൺ യൂസ് authenticator over OTP? കാരണം ലോട്ട് ഓഫ് സർവീസസ് ഡോണ്ട് ഹാവ് SMS OTP for one, and SMS OTP is very insecure. കാരണം സിം സ്വാപ്പിംഗ് അറ്റാക്സ് എന്ന് പറയും. ഇപ്പോൾ ഫിലിക്സിൻ്റെ സിം കിട്ടാൻ അത്ര പാടൊന്നുമില്ല. ദാറ്റ് യു ക്യാൻ ഡു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടു കൺവിൻസ് എയർടെൽ ദാറ്റ് ഞാനാണ് ഫിലിക്സ്, എൻ്റെ സിം കളഞ്ഞു പോകും, എനിക്ക് സിം തരുമെന്ന് പറഞ്ഞ്. ആൻഡ് ദിസ് ഇസ് എ വെരി കോമൺ തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ US ആണ്. കാരണം കുറേ ഐ തിങ്ക് സെലിബ്രിറ്റി പ്രൊഫൈൽസ് ഹാവ് ബീൻ ഹാക്ഡ് because of this. So SMS 2FA is inherently insecure. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ടൈം ബേസ്ഡ് OTP എന്ന് പറയും. അതാണ് ഇപ്പോൾ ഞങ്ങൾ ഓത്തൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ വരുന്നുണ്ട് പാസ് കീസ് അല്ലെങ്കിൽ എന്താ പറയുക ഹാർഡ്വെയർ കീസ് വരുന്നുണ്ട്. ബിക്കോസ് ദർ ആക്ച്വലി ഫിസിക്കൽ കീസ് വിച്ച് യു ഹാവ് ടു ഇൻസേർട്ട് അറ്റ് ദാറ്റ് ടൈം ടു സൈൻ ഇൻ. അപ്പോൾ ദാറ്റ് ഇസ് വെയർ ദ വേൾഡ് ഇസ് മൂവിങ് ടു റൈറ്റ് നൗ. സോ മോസ്റ്റ്ലി വർക്ക് ഇസ് അറൗണ്ട് മാർക്കറ്റിംഗ് ആൻഡ് ലൈക്ക് അതർ ഓഡ് ടാസ്ക് അറ്റ് ദിസ് പോയിന്റ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ LLMs യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ദാറ്റ് ഐ ഹാവ് ആബ്സല്യൂട്ട്ലി നോ ക്ലൂ അബൌട്ട്. Okay, which one is your favorite? It depends on the task, I think. I use ChatGPT because on mobile they have a very good experience, and a lot of times I actually find it wonderful that like now the entire knowledge of the world is like right now at the fingertips, right? അപ്പോൾ excuse ഒന്നും ഇല്ല, right, to not know something, right? Especially now YouTube ഉണ്ട്, ChatGPT ഉണ്ട്. So now it's just about agency to actually go and do something. Like knowledge into issue ഇല്ല. So that is interesting for me.
ആൻഡ് പിന്നെ ഇപ്പോൾ പ്രൊജക്ട്സ് ഉണ്ടാക്കുമ്പോൾ ക്ലോഡ് ഇപ്പോൾ വെറുതെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുട്ടി പ്രൊജക്ട്സ് ഒക്കെ ചിലത് ഉള്ളത്. സോ അതിന് ഇറ്റ് സേവ്സ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ടൈം. അറ്റ് ടൈംസ് ദെൻ ദർ ആർ അതർ ടൈംസ് വെയർ ഇൻ ഇറ്റ് ഓൾസോ ടേക്സ് അപ്പ് മോർ ടൈം. കാരണം അവരെന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടു അണ്ടർസ്റ്റാൻഡ് വൈ ദർ ഇസ് എ ബഗ് ടേക്സ് ലോങ്ങർ ടൈം. പക്ഷേ ക്ലോഡും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അത് ഞാൻ കൈലാഷിനോട് ചോദിച്ച സമയത്ത് കൈലാഷ് പറഞ്ഞു കൈലാഷ് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. And even just watch this YouTube for 15 minutes, something like very. He doesn't listen to podcasts. And I see some similarities. So I'm asking, do you use any social medias? And കൈലാഷായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയല്ല ഞാൻ. ഐ ഫീൽ ഹീസ് എനിവേ But you guys know each other, I say, you know. we know each other. So social media അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം അതിൽ I think definition of social media also matters. Like for example, I spend a lot of time on Reddit and Hacker News, right? അപ്പോൾ in a way that is also media, maybe not very social. പക്ഷേ വേറെ അങ്ങനെ പ്ലാറ്റ്ഫോംസ് ആയിട്ട് വേറെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ല. അപ്പോൾ ബട്ട് യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ട് ബിക്കോസ് ഐ ലിസൺ ടു ലോട്ട് ഓഫ് മ്യൂസിക്. ആൻഡ് ഫോർ ദ കൈൻഡ് ഓഫ് മ്യൂസിക് ദാറ്റ് ഐ ലിസൺ ടു കുറേ മലയാളം സോങ്സ് ഒക്കെ ഉണ്ട്, റൈറ്റ്? അതൊന്നും സ്പോട്ടിഫൈയിൽ ഇല്ല, പണ്ടത്തെ പാട്ടുകളൊക്കെ. അപ്പോൾ അതിന് യൂട്യൂബ് മ്യൂസിക്കാണ് ബെസ്റ്റ്. പിന്നെ എനിക്കൊരു മോളുണ്ട്, അപ്പോൾ അവളെയും കുറച്ച് മ്യൂസിക്കിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അപ്പോഴും ഫോർ ഹെർ ഓൾസോ ദർ ഇസ് എ ലോട്ട് ഓഫ് മ്യൂസിക് ഐ ട്രൈ ടു പ്ലേ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. സോ യൂട്യൂബിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഐ ഡോണ്ട് റിയലി ഹാങ് ഔട്ട് മച്ച്. Okay, interesting. And one of the other questions നമ്മൾ KPH podcast ചോദിക്കുന്നത് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്സ് ആൻഡ് ഹൗ ഇസ് ദാറ്റ്, ഹൗ ആർ യു ബാലൻസിങ് ദാറ്റ് ആസ് യു ബിൽഡ് ദിസ് എൻഡ്? സോ ഇപ്പോൾ ഹെൽത്തിൽ ഞാൻ അത്ര കോൺഷ്യസ് മനുഷ്യനല്ല ഇൻഹെറൻ്റ്ലി. ബട്ട് വാട്ട് ഹസ് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഐ റിയലൈസ് ദാറ്റ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് ജിമ്മിൽ പോകുന്നുള്ളത് ഇറ്റ്സ് mentally good for me, right? I mean there is a clear improvement in my mental health when I do physical activity. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്. ആൻഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം ഓൾസോ വെരി ഫോണ്ട് ഓഫ് ഫുഡ്. അപ്പോൾ കുറേ ബിരിയാണിയും നല്ല ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. സോ ബട്ട് ഹെൽത്ത് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദറ്റ് സെൻസ്. ബട്ട് it's mostly in a good state. Like എൻ്റെ വൈഫ് ഡോക്ടറാണ്. സോ ഷീ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് തിങ്സ് ആർ, ഐ മീൻ യൂഷ്വൽ ടെസ്റ്റ് നടക്കാറുണ്ട് ആൻഡ് തിങ്സ് ആർ ഫൈൻ എന്നുള്ളൊരു ഗ്യാരണ്ടിയിൽ ഇങ്ങനെ പോവാണ്. പിന്നെ വെൽത്ത് എന്ന് പറഞ്ഞാൽ മണി ഡെഫിനിഷൻ ടു യു? ലൈക്ക് മണി ഈസ് ലൈക്ക് മീൻസ് ടു ആൻ എൻഡ്. എനിക്ക് കാര്യങ്ങൾ നടക്കണം. ആൻഡ് അതിന് ഗുഡ് തിങ് അബൌട്ട് ബീങ് ഇൻ എ പ്ലേസ് ലൈക്ക് ഇന്ത്യ or ബാംഗ്ലൂർ ഇസ് ദാറ്റ് യു ഡോണ്ട് നീഡ് എ ലോട്ട് ഓഫ് മണി കാര്യങ്ങൾ നടക്കാൻ. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് എ വെരി എന്താ പറയുക, ഇറ്റ്സ് എ ട്രാൻസാക്ഷണൽ തിങ്, റൈറ്റ്? സോ ഇറ്റ്സ് അത്ര വിലയൊന്നുമില്ല. വെൽത്ത് ഇസ് മോസ്റ്റ്ലി പീപ്പിൾ ആൻഡ് ലൈക്ക് റിലേഷൻഷിപ്സ്. ആൻഡ് ഞാൻ മീനിങ് ഫുൾ ആയിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്നുള്ള എനിക്കൊരു അത്. ആൻഡ് മൈ ഡെഫിനിഷൻ ഓഫ് മീനിങ് വിൽ ബി വെരി ഡിഫറെൻറ്റ് ഫ്രം യുവർ ഡെഫിനിഷൻ. അപ്പോൾ നമ്മളെല്ലാവരും ബബിൾ ഉണ്ടാക്കി നടക്കുകയാണ്, റൈറ്റ്? അപ്പോൾ എൻ്റെ ബബിൾ just to try and be useful, just to try and like do useful things. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ, ഇപ്പോൾ എനിക്ക് യൂസ്ഫുൾ എന്നുള്ളത് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം യുവർ യൂസ്ഫുൾ അഗെയിൻ, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ഓരോ ഇതാണ്. ആൻഡ് സോ വെൽത്ത് അങ്ങനെയാണ്. വെൽത്തിൽ അങ്ങനെ മണീനോട് വലിയ ഇതില്ല. പക്ഷേ അതർ തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഓൾ ഓഫ് ദീസ് അതർ ഫാക്ടേഴ്സ് ഐ വുഡ് ലൈക്ക് ടു കീപ് ദം അറ്റ് എ ഹൈ ലെവൽ. റിലേഷൻഷിപ്സ് പറഞ്ഞപ്പോൾ വൈഫ് ഉണ്ട്. ഷീസ് സമൺ ഐ ഹവ് നോൺ ഫ്രം സ്കൂൾ. ഞങ്ങൾ കോച്ചിങ് ക്ലാസ്സിൽ മുതൽ അറിയണതാണ്. സോ വി ഗോ, I think the other day we were saying that I've known her for more than half of my life right now, right? So and vice versa. And parents ഉണ്ട്, ഭയങ്കര ക്ലോസ് ആണ്. സിസ്റ്റർ ഉണ്ട്. I have a daughter. And again very like I'm trying to spend more time with her, but balancing is a tricky thing. But I'm trying to strike a balance. And I would think that is a good spot for me personally. And friends ഉണ്ട് കുറേ, and most of my friends incidentally end up working at NTA with me. So a lot of nonsense and interactions happen at work, which I think is a really good outcome for me. That hang out ചെയ്യാന്നുള്ളൊരു, I don't have to go out of my way to hang out because the people I care about a lot are already there. So yeah. Awesome. So how was the quitting Google, and how was the reaction from the family and wife and I think വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ബിക്കോസ് ഷീ ന്യൂ ദറ്റ് ഐ വാസ് അൺഹാപ്പി. ലൈക്ക് ഐ തിങ്ക് ഞാൻ അവിടെ ആദ്യം ഒറ്റയ്ക്ക് പോയത് ബിക്കോസ് ഹെർ വിസ വാസ് നോട്ട് റെഡി. സോ ഐ തിങ്ക് ഫസ്റ്റ് വീക്ക് തന്നെ ഐ ടോൾഡ് ഹെർ ദാറ്റ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. ഐ ടെൽ ഹർ ടു കം ബാക്ക്, ബട്ട് ഐ ജസ്റ്റ് സ്റ്റിക്ക് അറൗണ്ട് സോ ദാറ്റ് യു ക്യാൻ ഓൾസോ കം ആൻഡ് വി ക്യാൻ ഹാവ് എ സ്മോൾ വെക്കേഷൻ ഓഫ് സോർട്ട്സ്. അപ്പോൾ അവൾക്ക് അറിയായിരുന്നു ഞാൻ തിരിച്ചു പോരുന്നത്. പേരൻസ് അച്ഛനും അമ്മയും കിണഞ്ഞ് പരിശ്രമിച്ചു എന്നെ അവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ഫൈനലി ഒരു വാലിഡേഷൻ കിട്ടിയതാണ്. മോൻ സ്വിറ്റ്സർലൻഡിലാണ്, ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കാനൊരു ചാൻസ് കിട്ടിയതാണ്. സോ വൈൽ ദേ ടെൽ ദേ ആർ സപ്പോർട്ടീവ്, ഇൻഹെറൻറ്റ്ലി അവൾ ഭയങ്കര അൺഹാപ്പി ആയിരുന്നു ദാറ്റ് ഇതൊക്കെ വിട്ടിട്ട് ആൻഡ് ഇങ്ങോട്ട് പോന്നു. ആൻഡ് ഫോർ ദ മണി വാസ് ഓൾസോ എ മേജർ തിങ്. ഒരു ഇത്രയും പൈസ കിട്ടിയിട്ട് എങ്ങനെ വിട്ട് പോരുക എന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദേ ഓൾസോ അണ്ടർസ്റ്റുഡ് ദാറ്റ് മൈ വാല്യൂ സിസ്റ്റംസ് എന്താണ്, അവരെന്നെ ഉണ്ടാക്കിയ വാല്യൂ സിസ്റ്റംസ് ആണ്, റൈറ്റ്? ഇതൊക്കെ അപ്പോൾ സോ ദേ ആർ സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ലൈക്ക് ദ വേ ഐ തിങ്ക്, വൈ ഐ തിങ്ക് ദ വേ ഐ തിങ്ക്.
സോ ബട്ട് അറ്റ്ലീസ്റ്റ് ദേ വർ ക്വൈറ്റ് അൺഹാപ്പി ഞാൻ തിരിച്ചു വന്നപ്പോൾ. ഞാൻ ആക്ച്വലി നാട്ടിലേക്കാണ് തിരിച്ചു വന്നത്, കേരളത്തിലേക്ക്. അപ്പോൾ കോവിഡിൻ്റെ സമയമായിരുന്നു. സോ വെബിൽ തിരിച്ചെത്തി, ലോക്ക്ഡൗൺ ആയി. പിന്നെ ഐ തിങ്ക് സം 6-7-8 months ഐ വാസ് ലോക്ക്ഡ് ഇൻ ദ ഹൗസ് വിത്ത് ദം, വേർ ഇറ്റ് വാസ് വെരി വിസിബിൾ ടു മി ദേ വർ വെരി സ്ട്രെസ്ഡ്. കാരണം ഈ ചെക്കൻ എന്തോ രാത്രി മൊത്തം ഇരുന്ന് എന്തോ പണി ചെയ്യുന്നുണ്ട്, എന്താ മനസ്സിലാവുന്നില്ല, അവിടെ നല്ല ജോലി ഉണ്ടായതാണ്, അത് വിട്ട് പോന്നിക്കാണ്. ലൈക്ക് so they couldn't make sense of the whole thing, and even now I don't think they can make a lot of sense, but I think they can see that I am kind of more content in whatever I'm doing, and I think they have a sense of appreciation for that. ചാറ്റ് GPT അല്ലെങ്കിൽ AI അല്ലെങ്കിൽ ഇപ്പോൾ മെഷീൻ ലേണിംഗ് ഇതൊക്കെ ഒരു ട്രെൻഡിങ് ടോപ്പിക് ആണല്ലോ. ഇപ്പോൾ ഈ ഒരു ടെക്നോളജി നിങ്ങൾ നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ വാട്ട് ആർ ദ കറന്റ് യൂസ് കേസസ് ഓഫ് ദീസ് ഓൺ യുവർ ആപ്പ് ആസ് വെൽ ആസ് വോട്ട് യു തിങ്ക് ദിസ് ഓൾ ഇസ് ഗോയിങ്? റൈറ്റ്, അപ്പോൾ ഞങ്ങൾ എൻ്റെ കമ്പ്യൂട്ടർ വിഷൻ മോഡൽസ് ഭയങ്കര ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഫോട്ടോസാണ് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, അതിൽ ഹ്യൂജ് വാല്യൂസ് ഇൻ ഡിറൈവിങ് മീനിങ് ഔട്ട് ഓഫ് ദോസ് ഫോട്ടോസ്. അപ്പോൾ അതിന് മെഷീൻ ലേണിംഗ് റൺ ചെയ്യണം. ദ ഇൻട്രസ്റ്റിംഗ് തിങ് ദ വി ഡു ഇസ് ദാറ്റ് നമ്മൾ എൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആവുകൊണ്ട് വി ഡോണ്ട് ഹാവ് ആക്സസ് ടു എനി ഓഫ് യുവർ ഫോട്ടോസ്. അപ്പോൾ നൗ ടു ഡിറൈവ് എനി മീനിങ് ഔട്ട് ഓഫ് ഇറ്റ് ദാറ്റ് ഹാസ് ടു ഹാപ്പൻ ഓൺ യുവർ ഡിവൈസ്, വിച്ച് ഇസ് ദ ഓൺലി പ്ലേസ് വെർ ഇറ്റ്സ് ആക്സസിബിൾ. അപ്പോൾ ഞങ്ങളുടെ ചാലഞ്ച് പറഞ്ഞാൽ ഈ മെഷീൻ ലേണിംഗ് മോഡൽസ് എങ്ങനെ നിങ്ങളുടെ സ്മോൾ ഡിവൈസസിൽ റൺ ചെയ്യുന്നതാണ്. കാരണം അവിടെ ML എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് കമ്പ്യൂട്ട്, ലോട്ട് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഇതൊക്കെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ആണ് മൊബൈൽ ഫോൺസ് എന്ന് പറഞ്ഞാൽ. അവിടെ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ റിസൾട്ട്സൊക്കെ പിന്നെയും എൻക്രിപ്റ്റ് ചെയ്ത് ബാക്കി സ്ഥലങ്ങൾ അവൈലബിൾ ആക്കുന്നതാണ്. ദാറ്റ് ഹസ് ബീൻ ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഫോർ us when it comes to AI that we've had to execute on. And our long-term belief is just that as time goes on, models will become smaller and that compute will become better on devices. So, and that what is happening with AI right now, we're in centralized machines ഉണ്ട്, നമ്മുടെ ഡേറ്റയൊക്കെ അവിടെ പോകണു, അവിടെ അവർ ട്രെയിൻ ചെയ്യണു, എന്നിട്ട് കുറച്ചൊന്ന് വാല്യൂ നമുക്ക് കിട്ടണു. ദാറ്റ് ഈസ് റിഡിക്കുലസ്. I think that whole mental model will break at some point, and the world will move to a point wherein AI is running on device. And that is what we are also trying to do, starting with vision models. ഇനി എങ്ങോട്ട് പോകുന്ന അറിയില്ല നമുക്ക്. സ്വിറ്റ്സർലൻഡ് പോലത്തെ ഒരു പീസ്ഫുൾ ആയ രാജ്യത്ത് നിന്ന് കേരള പോലത്തെ ഒരു കാവോസ് ആയ സ്ഥലത്തേക്ക് എത്തിപ്പോൾ ഹൗ വാസ് ദാറ്റ് ജേർണി ലൈക്ക്? I think for what it's worth, Kerala is a very peaceful place. But I mean, Switzerland is perhaps a bit too extreme in terms of the level of peace you can get. Right. I think adhigam peace ആയി പോയി എന്നെ പോലുള്ള ആൾക്കാർ. Right. I mean, for like a very ambitious people who want to do things in Switzerland might be a very it's അവിടുത്തെ കൾച്ചറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. റൈറ്റ്, ഇഫ് യു കെൻ ഇൻറ്റഗ്രേറ്റ് ദെയർ ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്കതിന് പറ്റുന്നുണ്ടായിരുന്നില്ല, ആൻഡ് കുഡ് ബി ബിക്കോസ് ഓഫ് ഇൻഹറൻറ്റ് ബയസസ് ദാറ്റ് ഐ ഹാഡ്. റൈറ്റ്, സോ ഐ ജസ്റ്റ് wanted to come home, and for the things that I wanted to do, like building a company, this was a much better place for me. And എല്ലായിടത്തും pros and cons ഉണ്ട്. I don't think there is one perfect place or anything, right? അപ്പോൾ എനിക്ക് സ്വിറ്റ്സർലൻഡിൽ കുറച്ച് കോൺസ് ഉണ്ടായിരുന്നു. There were a lot of pros also. Beautiful place, ഭയങ്കര high quality of living, like it's like the epitome of civilization right now, I feel, in terms of what high quality of life that you can actually get. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെയല്ല. റൈറ്റ്, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫിന് തന്നെ വില വളരെ കുറവാണ്, because of the population, കൾച്ചർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ there is a sense of warmth and there is a level of intensity that you get, which I personally value quite a bit. അപ്പോൾ എൻ്റെ ഒരു പ്രിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ this was a better place. അപ്പോൾ എനിക്ക് ഭയങ്കര ഒബ്വിയസ് ഡിസിഷൻ ആയിരുന്നു. I'm someone who actually listens a lot to how I feel and like what my heart wants. So തിരിച്ചു വരിക was a very obvious thing for me to do, and it was a very easy move. And of course there are certain things that I miss out. Like for example, അവിടെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ in general ഭയങ്കര walkable സിറ്റിയാണ്, ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര സോർട്ടഡ് ആണ്. റൈറ്റ്, ഇവിടെ ഒന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് ഇസ് എ ഹസാർഡ് ഇൻ സം സെൻസ്. വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാരിയോ ഗെയിം കളിക്കുന്ന മാതിരിയാണ്. താഴെ കുഴി ഉണ്ടാവും, തലയിൽ എന്താ അടിക്കുന്ന അറിയില്ല. സോ ടു നാവിഗേറ്റ് ദാറ്റ് ആൻഡ് മൂവ് ഫോർ ദാറ്റ്, ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എ ചാലഞ്ച്, ബട്ട് അഗെയിൻ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. And right now this is the place that is best for me and my family at this point. Awesome. And that's it. Got it. You said like Notes, Google Photos, ഇതിനൊക്കെ ഓൾട്ടർനേറ്റീവ് ആപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ യു ക്യാൻ ആക്ച്വലി നെയിം സം ഓഫ് ദ തിങ്സ്. അപ്പോൾ നോട്ട്സിന് പറഞ്ഞാൽ ഐ തിങ്ക് ദർ ഇസ് സ്റ്റാൻഡേർഡ് നോട്ട്സ് ഉണ്ട്, നോട്ട്സ് നുക്ക് ഉണ്ട്, ഇതെല്ലാം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ ലോക്കൽ ഫസ്റ്റ് ആണെങ്കിൽ ഒബ്സിഡിയൻ ഉണ്ട്, ഇമെയിലിന് പ്രോട്ടോൺ മെയിൽ ഉണ്ട്, ട്യൂട്ടർ നോട്ട് ഉണ്ട്, ആൻഡ് ലൈക്ക് ഐ പേഴ്സണലി യൂസ് Zoho, there is fast mail, because even if it's not end to end encrypted, you are giving your data to somebody who doesn't benefit directly at least from mining, right? അപ്പോൾ എല്ലാം end to end encrypted ആവണമെന്നില്ല. ഇപ്പോൾ if there is somebody running a very ethical company and who's not, at least right now, not trying to like എന്താ പറയുക manipulate you or get value out of your data, I feel there is some level of human trust also involved, right? അപ്പോൾ അങ്ങനെ ഫൗണ്ടേഴ്സിന് ഇഷ്ടപ്പെടുന്ന കമ്പനീസ് ആണെങ്കിൽ you can kind of bank on them. ആൻഡ് ഇപ്പോൾ വേറെ എന്താ ഇമെയിൽ പറഞ്ഞു, ചാറ്റിന് സിഗ്നൽ ഉണ്ട്, and there are a bunch of other sessions ഒത്തിരി കൂടി ഹാർഡ് കോർ. ബട്ട് സിഗ്നൽ ഇസ് എ വെരി യൂസബിൾ ആപ്പ് ഐ ഫീൽ ഇൻ ടേംസ് ഓഫ് യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര സിമിലർ ആണ് ടു വാട്സാപ്പ്. ബ്രൗസേഴ്സ് ആണെങ്കിൽ ഫോട്ടോസ് ഓഫ് കോഴ്സ് ഫോട്ടോസിന് എൻ്റെ ഉണ്ട്, ആൻഡ് എൻ്റെ ഫോട്ടോസ് ഉണ്ട്. ബ്രൗസേഴ്സ് ആണെങ്കിൽ ബ്രൗസേഴ്സിന് മൾട്ടിപ്പിൾ ആംഗിൾസ് ഉണ്ട്. ആക്ച്വലി പ്രൈവസി ഇസ് വൺ ആംഗിൾ വെർ ഇൻ യു ഷുഡ് ഐഡിയലി നോട്ട് ബി യൂസിങ് ക്രോം ഇഫ് യു വാല്യൂ പ്രൈവസി.
ആൻഡ് ബ്രേവ് ഉണ്ട്, പിന്നെ ഫയർഫോക്സ് ഉണ്ട്, കുറേ അങ്ങനത്തെ വേരിയേഷൻസ് ഉണ്ട്. ദ അതർ ആംഗിൾ ടു ബ്രൗസർ സ്പെഷ്യലി ഈസ് ദ ബ്രൗസർ ടെക്നോളജി. നമ്മൾ ഓപ്പൺ വെബ് നമ്മളൊരു വിശ്വാസമുണ്ട് ദാറ്റ് വെബ് വിൽ റിമെയിൻ ഓപ്പൺ ഫോർ എവർ എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് പ്യോർലി ബാങ്കിങ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഫയർഫോക്സ് എക്സിസ്, ദാറ്റ് മൊസില്ല ഉണ്ട്. മൊസില്ല പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ 2 പ്ലേയേഴ്സേ ഉള്ളൂ. ക്രോം ഉണ്ട്, ക്രോമിയം എഞ്ചിൻ ഉണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ സഫാരിൻ്റെ ഇതുണ്ട്, വെബ് കിറ്റും ഇതൊക്കെ ഉണ്ട്. സോ ബൈ ഇഫ് വി ഗെറ്റ് ടു എ പോയിന്റ് വെർ ഇൻ ഫയർഫോക്സ് ഡൈസ്, ഇറ്റ് വിൽ ബി എ വെരി സ്കെയറി മൊമെൻറ്റ് ഫോർ ദി ഇൻ്റർനെറ്റ്. ഇപ്പോഴത്തെ 2.4% എങ്ങാനാണ് അവരുടെ മാർക്കറ്റ് അഡോപ്ഷൻ, വിച്ച് ഹസ് shrunk quite a bit. So if you care about open web, you should ideally try and support other third-party browsers. ഇപ്പോൾ ഫയർഫോക്സ് ഉണ്ട്, ലേഡിബേർഡ്സ് പറഞ്ഞ വേറെ somebody is coming up with something, but it is important for the web to remain open. Web to remain open, what does that mean? ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നെങ്കിൽ ക്രോമിയം ടീമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിളിൻ്റെ ടീമാണ് സഫാരി. ആൻഡ് നൗ ബിക്കോസ് മൊസില്ല ഇസ് ദെയർ, ദേ ഓൾസോ ഹാവ് എ സീറ്റ് ഓൺ ദ ടേബിൾ. അപ്പോൾ അവർക്ക് ദേ കൻ ഓൾസോ ഡിറ്റക്ട് ഇൻ ടേംസ് ഓഫ് വാട്ട് ഫെയർ API ഷുഡ് ബി, ഹൗ തിങ്സ് ഷുഡ് ഹാപ്പൻ. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇറ്റ്സ് എ വെരി ഡാർക്ക് പാറ്റേൺ, റൈറ്റ്? അപ്പോൾ ഒന്ന് നമുക്ക് അപ്രൂവ് കിട്ടണം, അപ്രൂവായിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്രൂവൽ വേണം, അതിന് 30% കട്ട് അവരെടുക്കും. ആൻഡ് ദിസ് ഇസ് ഓൾ പോസിബിൾ ബിക്കോസ് ദീസ് ആർ ഗേറ്റഡ് പ്ലാറ്റ്ഫോംസ്. നാളെ വെബ് ഒരു ഗേറ്റഡ് പ്ലാറ്റ്ഫോം ആവാണ്. ഇപ്പോൾ ആപ്പിളും ഗൂഗിളും അഗ്രിമെൻറ്റിലെത്തി, ചേട്ടാ ഞങ്ങൾ ഇനി മുതൽ കട്ടെടുക്കുകയാണ്, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോബഡി ടു സ്റ്റോപ്പ്, റൈറ്റ്? ഐ മീൻ ഓഫ് കോഴ്സ് ദെൻ ഗവൺമെൻറ്റ്സ് ഹാവ് ടു ഇൻ്റർവീൻ ആൻഡ് സ്റ്റഫ്. Now it is a very smooth ride for everybody, simply because there is somebody else on the table who is pushing for the right thing. Now I think Mozilla is in general in an endangered situation at this point, so we don't know how this will pan out, but it will be interesting to see, like if Mozilla is not there, what the world will be. Interesting. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു 1 hourൽ നമ്മൾ വിഷ്ണു ബിൽഡ് ചെയ്ത Ende.ioൻ്റെ ജേർണി, ഒപ്പം തന്നെ ടീം ബിൽഡിംഗ് ആൻഡ് വിത്ത് 12 members ടീം ആൻഡ് 100 million ഫോട്ടോസ്, ആൻഡ് ദറ്റ്സ് എ കുഡോസ് അച്ചീവ്മെൻറ്റ്. ആൻഡ് ഗൂഗിൾ ഫോട്ടോസ്, ആപ്പിൾ ഫോട്ടോസ്, ഇതിനെ ഓൾട്ടർനേറ്റ് കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതും കേരളത്തിൽ, അതും ഇന്ത്യയിൽ നിന്ന്, ആൻഡ് ബിൽഡിംഗ് എ ഗ്ലോബൽ പ്രൊഡക്റ്റ്. ആൻഡ് കുഡോസ് ടു യു ആൻഡ് ടീം. ആൻഡ് താങ്ക്സ് അഗെയിൻ വിഷ്ണു ഫോർ ബീങ് ഓൺ KPH പോഡ്കാസ്റ്റ്. Any last words for the audience? I mean, thank you so much for having me here, and thanks a lot for running the community also. I think KPH is a very wholesome, useful community, I would say, and running and moderating it is not easy, right? So very grateful to be part of it. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് ലൈക്ക് റേസിംഗ് എ കിഡ്, ഇറ്റ് ടേക്സ് എ വില്ലേജ് എന്ന് പറഞ്ഞു. അതുമാതിരി തന്നെയാണ് കമ്പനി ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാരുടെ കൈൻഡ്നെസ്സും ഹെൽപ്പും വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പ്ലെയർ ഗെയിം. വൈൽ ഐ തിങ്ക് ലോട്ട് ഓഫ് വുഡ് ലൈക്ക് ടു ബിലീവ് ദാറ്റ് റിയാലിറ്റിയിൽ കുറേ ആൾക്കാരുടെ ഹെൽപ്പ് വെച്ചിട്ട് നടക്കുന്നത്. സോ ഐ തിങ്ക് ഐ ഹാവ് ബെനിഫിറ്റഡ് ഗ്രേറ്റ്ലി ഫ്രം എ ലോട്ട് ഓഫ് വെരി വൈസ് ടെന്യൂർഡ് entrepreneurs who are there in the group. So yeah, just thanks to everyone, and like thanks to you for like keeping the community up and about. I mean main thing is paying it forward. It's like someone reached because of someone else. It's like a contributing back, and our paid forward is the whole mantra for the KPH, and that's how we existed, and we met as well through that, right? So and I'm glad to have met you and learned the story and building a long very very long ambitious without caring about what others are telling. It takes a gut, and thanks and for building that, and I'm sure the customers or the people who are looking for will be very very happy to see that. Right. Thanks Felix, thanks for having me. Thank here. you. Yeah, thank you.